അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ വിശദീകരിച്ചു വരുന്ന 77 മുതലുള്ള ഭാഗം ഇൻഷാ അല്ലാഹ് നമ്മൾ 81 വരെ ഓതി വെച്ചിട്ടുണ്ട്. പരമാവധി ഒന്ന് നമുക്ക് കൃത്യസമയത്തിന് നമുക്ക് നിർത്താം. പല പരിപാടികളുള്ള ആളുകളെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാലോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا أهل الكتاب لا تغلوا في دينكم غير الحق ولا تتبعوا أهواء قوم قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل. അങ്ങ് പറയുക നബിയെ, യാ അഹ്ലൽ കിതാബ്, ഓ വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ്, സത്യസമേതമല്ലാതെ മതകാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും അതിരുവിടരുത്. വലാ തത്തബിഉ അഹ്വാഅ ഖൗം, ഒരു വിഭാഗത്തിന്റെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ ഒരിക്കലും പിന്തുടരരുത്. ആരാണവര്? ഖദ് വല്ലൂ, തീർച്ചയായിട്ടും അവർ പിഴച്ചവരാണ്. മിൻ ഖബ്ലു, മുമ്പന്നെ അവർ പിഴച്ചവരാണ്. വ അദല്ലൂ കസീറാ, മാത്രല്ല ധാരാളം പേരെ പഴപ്പിച്ചവരാണ്. പഴച്ചവര് മാത്രല്ല, ഒരാൾ പഴച്ചു പോകുമല്ല, പരമാവധി പഴപ്പിക്കുന്നുണ്ട് അവർ. وضلوا عن سواء السبيل, നേരായ ആ മാർഗത്തിൽ നിന്ന് അവർ പിഴച്ചുപോയവരാണ്. ആവർത്തിക്കുകയാണ്. ആ വിഷയത്തിന്റെ ഗൗരവം കൊണ്ടാണ് ആദ്യം അതിനെ ഖദ് വല്ലു എന്ന് പറഞ്ഞാൽ തന്നെ, ഖദ് വല്ലു മിൻ ഖബ്ലു എന്ന് പറഞ്ഞാൽ തന്നെ ലാസ്റ്റ് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു പിഴച്ചു, മറ്റുള്ളവരെ പഴപ്പിച്ചു. സ്ട്രെയിറ്റ് പാത്ത് നിന്ന്, യഥാർത്ഥ ആ മാർഗത്തിൽ നിന്ന്, ചൊവ്വായ ഋജുവായ ആ പാന്താവിൽ നിന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ട്? പഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന്റെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? പിന്തുടരാൻ പാടില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇത് അഹ്ലി കിതാബികളെ വിളിച്ചു പറയാൻ കാരണം നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഹത്വം പറഞ്ഞു. അവരുടെ ഉമ്മ മറിയം റളിയല്ലാഹു അൻഹ അവര് പിന്നെ സുദ്ദീഖയാണെന്ന് പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞതാണ്. നമ്മൾ ആ കാര്യങ്ങൾ അതിൻ്റെ നേരെ വളവൊന്നുമില്ലാതെ, വക്രതയില്ലാതെ, പിന്നെ ഇല്ലാത്തത് ചേർക്കാതെ ഉള്ളത് ഒഴിവാക്കാറ് പറയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യണേ? മുത്തുനബിയുടെ കാലഘട്ടത്തിലുള്ള പിന്നെ അവരുണ്ടല്ലോ ഈ വേദക്കാര്, ഇവരുടെ മുമ്പ് കഴിഞ്ഞു പോയ ചിലരുണ്ട്. വേദത്തിൽ വലിയ കൃത്രിമം കാണിച്ച ആൾക്കാർ. ഓലാണ് പഴച്ചവരും മറ്റുള്ളവരെ പഴപ്പിച്ചവരും യഥാർത്ഥ വഴിയിൽ നിന്ന് വ്യതിചലിച്ചവരെന്ന് പറഞ്ഞത്. നിങ്ങൾ ഓല തന്നിഷ്ടങ്ങളെ പിന്തുടരല്ലേ, ഞാനീ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ വിഷയം അല്ലാഹു തആല ഒന്നുകൂടി വ്യക്തമായി പറയുന്നുണ്ട്. അൽ മുഅ്മിനൂന സൂറത്തിലെ 50 മുതൽ ഒന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഇതൊക്കെ ആ വിഷയത്തിന്റെ ഒരു ഭാഗമാണ്. ഇത് 345-ാമത്തെ പേജ്. മുന്നൂറ്റി 50 നോക്കി 50. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجعلنا ابن مريم وأمه آية وآويناهما إلى ربوة ذات قرار ومعين. ഇങ്ങനെ തുടർന്ന് വരുന്ന ആയത്തുകൾ ഇതേ വിഷയം പറയുന്നത്. അതായത് നമ്മൾ ആ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പറയണം. ഇവരെന്ത് ചെയ്യാണ്? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് കൂട്ടി പലതും ഇവർ പറഞ്ഞുണ്ടാക്കി. പക്ഷെ അള്ളാഹു പറയുന്നത് നിങ്ങൾ ഓലെയൊന്നും പിന്തുടരണ്ട.
ഒരൊന്ന് പിന്തുടരണ്ട. നിങ്ങൾ വസ്തുനിഷ്ഠമായി നിങ്ങൾ ഇവരെ അതിര് വിട്ട് പറയാം. ഇപ്പൊ ഇവിടെ അള്ളാഹ് പറഞ്ഞത്, പിന്നെ നമ്മൾ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞത് ലാ തഗ്ലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ്, സത്യസമേതമല്ലാതെ ദീനീ കാര്യങ്ങളിൽ അതിര് വിടരുതിട്ടോ. സത്യസമേതാണ് പിന്നെ അവിടെ അതിരുവിടലല്ല, ഉള്ള കാര്യം പറയലാണ്. അങ്ങനെ പറയാൻ കാരണം നമ്മൾ പറഞ്ഞെന്താ, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ദൈവപുത്രനാണെന്നൊരു കൂട്ടര്, ദൈവമാണ് എന്നൊരു കൂട്ടര്, മറിയം ബീവി അള്ളാഹുവിന്റെ ഭാര്യയാണെന്നൊരു കൂട്ടര്, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ അതിരുവിട്ടതാണ്. അതിനെന്തില്ല, സത്യത്തിന്റെ പിൻബലല്ല. പിന്നെ സത്യത്തിന്റെ പിൻബലുള്ളത് മോമിന സൂറത്തിൽ പറയുന്ന ഇതാണ്, വജഅൽന ബിന മറിയമ, മറിയമിന്റെ മകനെ നാം ആക്കി, വ ഉമ്മഹു, അതുപോലെ അവരുടെ ഉമ്മയെയും, അതായത് പിന്നെ മറിയം ബീവിയെയും ആയ ഒരു വലിയ ദൃഷ്ടാന്തമാക്കി. ഉണ്ടോ? അത്ര മതിയല്ലോ. പിന്നെ ഈസാ നബിയെയും മറിയം ബീവിയെയും നമ്മൾ എന്താക്കി, വലിയ ദൃഷ്ടാന്താക്കി. എന്താ ദൃഷ്ടാന്തം എന്ന് വെച്ചാൽ, മറിയം ബീവിക്ക് നേരെ അള്ളാഹു തആല റൂഹൂദി, അത് ദൃഷ്ടാന്താണ്. മറ്റു പലർക്കും കിട്ടാത്തത് പിന്നെ മലക്ക് വടി നേരെ കൊടുത്തു, ഒരു പുരുഷൻ സ്പർശിക്കാതെ ഒരു കുട്ടി ഉണ്ടാകാറ്. അതൊരു ദൃഷ്ടാന്തമാണ്, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. പിന്നെ മറ്റൊന്ന് ഈസാ നബിക്ക് കൊടുത്തെന്താ വെച്ചാൽ, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയതും വെള്ളപ്പാണ്ട് മാറ്റി കൊടുത്തതും, അതുപോലെ മരിച്ചവർ അദ്ദേഹം നേരെ എഴുന്നേൽപ്പിച്ചതും, അതൊക്കെ അള്ളാഹിന്റെ അനുമതി പ്രകാരം അത് അള്ളാഹു കൊടുത്താണ്. ഇതാണ് ദൃഷ്ടാന്താണെന്ന് പറഞ്ഞത്. പിന്നീട് മുഅ്മിനൂൻ സൂറത്തിൽ പറയുന്നെന്താ, വആവൈനാഹുമാ ഇലാ റബ്വത്തിൻ ദാതി ഖറാർ. നോക്കൂ, അല്ലാഹു തആല പറയാണ്, പിന്നെ അദ്ദേഹത്തെ നാം എന്ത് ചെയ്തു, താമസിപ്പിച്ചു. എവിടെ? ഇലാ റബ്വത്തിൻ, ഒരു കുന്നിന്റെ മുകളിൽ, ഉയർന്ന സ്ഥലത്ത്, ദാതി ഖറാറിൻ വമഴീൻ, ആവാസയോഗ്യവും ജലസാന്നിധ്യവും ഉള്ളത്. ഖറാർ എന്ന കുറേ അർത്ഥങ്ങളുണ്ട്. അവിടെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊരർത്ഥം. അല്ല, നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു എന്നാണ്. ശരിക്ക് ഖറാർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒതുക്കം. നമ്മളിപ്പോൾ നല്ല തണുത്ത അന്തരീക്ഷത്തിൽ കുട്ടികൾ ഉറങ്ങുന്നുണ്ടല്ലോ, ഞങ്ങൾ അവരങ്ങനെ ശാന്തമായിട്ട് ഉറങ്ങിക്കോളും. കുറച്ചിട്ട് ഭയങ്കര ചൂടാണെങ്കിലോ ഫാനായിട്ട് ഓഫായാൽ ഓരോണരും നീച്ചനിരിക്കും. ഇടടാ ഫാൻ പറഞ്ഞിട്ടുള്ള കുട്ടികൾ ഫാൻ പോകാൻ പറ്റില്ല. ചൂടാവുമ്പോൾ അങ്ങനെയാണ്. വലിയ കുട്ടികൾക്കൊക്കെ പ്രശ്നമാണ്. എന്നാൽ ഒരു ഇളക്കുണ്ടാവും നമുക്ക്. ഇപ്പം തന്നെ ഈ ഫാനൊക്കെ നിശ്ചലമായാൽ നിങ്ങൾ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കൽ തുടങ്ങും. എന്തേ പൊതുവെ ഒച്ച കേട്ടിട്ട് ചെങ്കിലും പാടില്ല, ഇതിൻ്റെ വയറൊന്ന് ശരിയാക്കിയാൽ. അങ്ങനെ എൻ്റെ സ്വഭാവം അതാണ്. ഇവിടെയും ഖറാറ് പറഞ്ഞത്, ഈസാ നബി നിൽക്കുന്ന സ്ഥലം നല്ല നല്ല പിന്നെ കാലാവസ്ഥ, അതായത് ചൂടില്ലാതെ ഒരവസ്ഥ, അങ്ങനെ ആവാം. ഏതായാലും മറ്റൊന്ന് മഴീന്ന് പറഞ്ഞാൽ ശരിക്ക് വെള്ളം, ജലത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമായിരുന്നു. എന്നിട്ട് ഇവിടെ ഇപ്പം എന്തിനാ പറഞ്ഞത്, ആയത്താണ്. ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോൾ ഓതിയ ആയത്തിൽ പറഞ്ഞതോ, നിങ്ങൾ അതിര് വിടരുത് എന്ന് പറഞ്ഞു. മറ്റേ കഴിഞ്ഞിട്ട് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞ അടിയിൽ പറയാം. ഇവര് അതിര് വിട്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇന്നും അതിര് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ചൊക്കെ സത്യം പറയുന്ന പോലെ ഉണ്ടാവും, പോൽക്കും കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ, യഹോവയുടെ സാക്ഷികൾ എന്നിട്ടൊരു വിഭാഗമുണ്ട് ക്രിസ്ത്യാനികളിൽ. യഹോവയുടെ സാക്ഷികൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായില്ലേ, ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ഷാവേറൊക്കെ അങ്ങനെയാണ് ഔങ്ങിപ്പോയി കോലാൾക്കാരനായതുകൊണ്ട്. പക്ഷെ ഈ യഹോവയുടെ സാക്ഷികൾ എന്ന് പറയേണ്ടത് കേരളത്തിലാകെ അതിൻ്റെ ജനസംഖ്യ ഒരു 10,000-നും 15,000-ൻ്റെ ഇടയിലുള്ളൂ. 200-ലധികം രാജ്യങ്ങളിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. 1 കോടിക്ക് താഴെ ആകെ വരുള്ളൂ ക്രിസ്ത്യാനികളിൽ. ലോകത്ത് ക്രിസ്ത്യാനികൾ കൂടുതലാണ്, പക്ഷെ അവര് വളരെ കുറവാണ്. ഈ യഹോവയുടെ കേരളത്തിൽ അതിന് പേരുണ്ട്. ഇവര് മാത്രമാണ് കേരളത്തിൽ ഈ ക്രിസ്ത്യാനികളിൽ ഈ ത്രിത്വത്തെ എതിർക്കേണ്ടവരുള്ളൂ. ഒരു ത്രിയേകത്വ സിദ്ധാന്തം ഇന്നത്തതും അംഗീകരിക്കില്ല, മുമ്പത്തും അംഗീകരിക്കില്ല. മുമ്പത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഖുർആൻ നേരിട്ട് പറഞ്ഞത് ഈസാ നബിയും അള്ളാഹുവും മറിയം ബീവിയും ഇത് മൂന്നും കൂടിയാണ് ദൈവം എന്ന് പോലും പറഞ്ഞത്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹിനെ 3-1 എന്ന്. ഇപ്പോഴത്തെ ക്രൈസ്തവിൽ ബഹുഭൂരിപക്ഷം പറയുന്നത് പിന്നെ മറിയം ബീവിക്ക് പകരം പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവ് പറഞ്ഞാൽ യഹോവ, യഹോവ പറഞ്ഞാൽ നമ്മൾ അള്ളാഹ് എന്ന് പറയും പോലെയാണെങ്കിലും ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും യഹോവ എന്നുള്ളൊരു പ്രയോഗം ഇല്ല എന്നുള്ളതാണ്, യലോഹി എന്നുള്ള പ്രയോഗം. അപ്പൊ ഇത് മൂന്നും കൂടി കൂടിയതാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും ആ സിദ്ധാന്തത്തെ നഖശിഖാന്തം എതിർക്കുന്ന വിഭാഗമാണ് ആര്? യഹോവ സാക്ഷികൾ. പക്ഷേ യഹോവ സാക്ഷികളും പറയുന്നത് യേശു ക്രിസ്തു
ദൈവത്തിൻ്റെ പുത്രനാണെന്നാണ്. ദൈവം എന്നൊരു പറയില്ല, ഒരു ദൈവം എന്ന് പറയില്ല എന്ന് മാത്രമല്ല, ദൈവം ഒന്നേ ഉള്ളൂ, അത് യഹോവയാണ്. നമ്മൾ അല്ലാഹ് എന്ന് പറയും പോലെ അതെന്നോല് പറയുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ പുത്രൻ എന്നോല് പറയുന്നുണ്ട്. അവിടെ ചെറിയൊരു വൈകല്യം വന്നു. മാത്രമല്ല ഇവർക്ക് കുറച്ച് തീവ്രത കൂടുതലാണ്. അതുകൊണ്ടാണ് കോട്ടയത്ത് ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടി സ്കൂളിൽ ചേർത്തിട്ട് പിന്നെ ദേശീയഗാനം ചൊല്ലിയപ്പോൾ എല്ലാ കുട്ടികളും എഴുന്നേറ്റുന്നപ്പോൾ ഈ കുട്ടിക്ക് അത്രയും പരിശീലനം കൊടുത്തുകൊണ്ടാണ് ആ കുട്ടി ഇരുന്നു. അല്ല, അധ്യാപകരെ എഴുന്നേറ്റിക്കാൻ പറഞ്ഞു, ദേശീയഗാനം ചൊല്ലല്ലേ. അപ്പോൾ അതാകെ പ്രശ്നമായി. അവസാനം സുപ്രീം കോടതി വരെ പോയി അയാൾ. അങ്ങനെ യഹോവ സാക്ഷികൾ, ആ വിശ്വാസമുള്ള ആളുകൾക്ക് ഓൽക്ക് അത് ചെല്ലും വേണ്ട, ദേശീയഗാനം ചെല്ലും വേണ്ട, ചെല്ലുമ്പോൾ നീശുക്കും വേണ്ട, പല വിധി സമ്പാദിച്ചു പോലെ ഒരു അംഗീകരിക്കൂല. ഒരു പറയണ്ട എന്താ വെച്ചാൽ അതുപോലെ തന്നെ ദേശീയ പതാക പോലെ അംഗീകരിക്കൂലല്ലോ, ദേശീയ പതാക പോലെ ആദരിക്കില്ല. ഒരു പറയേണ്ടത് അത്ര ആദരവും കാര്യങ്ങളൊക്കെ ദൈവത്തിനും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ചെറിയൊരു ജമാഅത്ത് ജോയ എന്ന് പറയാം തന്നെ. കാരണം ദൈവത്തിൻ്റെ ഭരണമല്ലാതെ മറ്റൊന്നും പറ്റൂല. ഉമ്മത്തഹിലാഹി അത് പിന്നെ മെല്ലെ നടക്കാത്തതുകൊണ്ട് ഇഖാമത്തുദ്ദീനിലേക്ക് വെറുതെല്ലാം ചാടിയതാണ്. അതുകാലത്ത് അവരോട് അതാണ് അവരിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ ഇല്ലായിരിക്കേണ്ടത്. ഇത് മാറ്റിയല്ല, ഇവർക്ക് സൈന്യത്തിൽ ചേരാൻ പാടില്ല. സൈന്യത്തിൽ ചേരുന്ന ഭയങ്കര പ്രശ്നമാണ് യഹോവ സാക്ഷികൾക്ക്. സൈന്യത്തിലൊരു ചേരില്ല, ഇത്ത കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒരു വിഭാഗമാണ് പോലും ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കാം, അതൊക്കെ ഇപ്പോൾ നമ്മളെ കൂട്ടത്തിലൊരു വിഭാഗമാണെങ്കിൽ അങ്ങനെയല്ലേ, എന്തോ ഒരു പ്രശ്നക്കാരാണ് ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഓലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. 10,000-യും 15,000-ന്റെ ഇടയിൽ തന്നെ ചില്ലറയൊന്നുമല്ലല്ലോ ഇപ്പോൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഒരു വോട്ട് ചെയ്യൂല, ഇതിലൊന്നും ഓൽക്കുന്നില്ല, അതില്ല. ഓൽക്കത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. SIR കൊടുത്തു ചിലപ്പോൾ, അതിന് ചിലപ്പോൾ കൊടുത്തു, അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ട്. എന്താ പേനൊക്കെ പറയാം ഇവിടെ. അങ്ങനെ നമുക്കുണ്ട് അങ്ങനെ ചില ആൾക്കാർക്ക് ഒരു തോന്നലേ. ഇപ്പോൾ ഒരു കുറച്ച് പോയത്തക്കാർ സിറിയക്ക് ആടി നോക്കാൻ പോയല്ലേ നമ്മളെ കേരളത്തിൽ നിന്ന്. അത് അതേമാതിരിക്കൊരു പോയത്താണ് നമ്മളെ കൂട്ടത്തിലെ. അതായത് ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവില്ല, പ്രവാചകന്റെ സുന്നത്ത് മുഴുവടക്കണം, അപ്പോൾ ആടി നോക്കണം എന്നാണ്. തിരക്കിടില്ല, ഒരു ഷവായും ഷവർമയും മന്തിയൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ അതിനാവും കൂടി വേണമല്ലോ. വെറും ഈത്തപ്പായും റൊട്ടി അതേ സിസ്റ്റത്തിൽ പോകണം, അതും കഴിയൂല. അപ്പോൾ അതിലൊന്നും നമുക്ക് കണിശതല്ല, ആടിനൊക്കെ നിർബന്ധമല്ല. ആടിനെ നോക്കിയിരുന്ന് പ്രവാചകന്മാരില്ല, ആളിത്യത്തിൻ്റെ മേൽ അറിയിക്കാൻ, വിനയം വേണമെന്ന് അറിയിക്കാൻ അതുപോലെ. അപ്പോൾ അങ്ങനെയുള്ള ചില നിലപാടുകളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഈ അതിരി ലംഘിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. പക്ഷെ നമ്മളിപ്പോൾ പറയുന്നില്ല, എന്നാൽ അതൊന്നും ആരും ചർച്ച ചെയ്യലില്ല എന്നർത്ഥം. നമ്മളേതെങ്കിലും ആരെങ്കിലുമൊക്കെ ഒരു അവിവേകം കാണിച്ചാൽ അപ്പോൾ അതിൻ്റെ പേരിൽ ഭയങ്കര വിഷയങ്ങളെ കയറും. ഞാൻ ആലോചിക്കും, ഈ ബ്രിട്ടീഷുകാർക്ക് പകരം മറ്റേ സിറിയെന്നോ അതല്ലെങ്കിൽ യമനെന്നോ സൗദിന്നോ ഒക്കെയാണ് ഈ അധിനിവേശം വന്നതെന്നുണ്ടെങ്കിൽ അതൊന്നല്ല പറയാം, മുസ്ലിംസ് എന്നറിയാം. എന്നാൽ ബ്രിട്ടീഷുകാരാരാ? ക്രൈസ്തവരാണ്. അത് പലപ്പോഴും എന്ത് ചെയ്യല്ല, പറയില്ല. പോട്ടെ. അപ്പോൾ പറയുന്നത് പിന്നെ ഇവര് അതിര് വിട്ടു പറഞ്ഞു, നമുക്കത് പറ്റൂല എന്നാണ്. എന്നാൽ അതേ സമയത്ത് ഉള്ളത് പറയാം. ഇനി മുഅ്മിനൂന സൂറത്തിൽ തന്നെ അതിൻ്റെ ആ മറ്റേ ആയത്ത് നോക്കി, 51-ാമത്തെ ആയത്ത്, 52 ഈ പെട്ടായതുകൊണ്ട് പറയാം, യാ അയ്യുഹർ റസൂൽ, ഓ ദൂതന്മാരെ, കുലൂ മിൻ ത്വയ്യിബാതി, കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലതിൽ നിന്ന് ആഹരിക്കണം. വഅമലൂ സാലിഹാ, നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇന്നീ ബിമാ തഅമലൂന അലീം, ഞാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി കൃത്യമായി അറിയുന്നവനാണ്. അവിടെ റസൂൽ എന്ന് പറയാതെ റസൂൽ എന്നാ പറഞ്ഞത്. അങ്ങനെ പറയാൻ കാരണം എന്താ പറയുക, ഇസ്രായേലികൾ ഒരുപാട് നബിമാരുണ്ടായിരുന്നല്ലോ, ഒരുപാട് നബിമാരുണ്ടായിരുന്നു. അപ്പോൾ ആ നബിമാരോട് പറയണം, ഓ നബിമാരെ, നിങ്ങളൊക്കെ നല്ലതെന്ന് തിന്നണട്ടോ. ഇവർക്ക് ആ കാര്യത്തിൽ തീരെ ശ്രദ്ധല്ലേ, പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കും, എങ്ങനെയും ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അള്ളാഹു അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞിട്ട് ഇവരെ ബോധ്യപ്പെടുത്തണ കാര്യം നല്ലതെന്ന് തിന്നണം. അത് ഏതുപോലെ വെച്ചാൽ നമ്മൾ നല്ലതെന്ന് തിന്നുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏറിയ പ്രശ്നം നല്ലതല്ല. എങ്ങനെ ഇപ്പം നമ്മൾ ഹലാലായ കാശുകൊണ്ട് നമ്മൾ ബിരിയാണി തിന്നാണ്, എന്നാൽ ഓവറായിട്ട് തിന്നലെന്തല്ല, നല്ലതല്ല. നല്ലതൻ ഭക്ഷണം നല്ലതാണ്, ഹലാലാണ്. അതന്നെ നമ്മൾ വയറ് വല്ലാതെ കിട്ട് നിറച്ച് തിന്നലല്ല, എന്തല്ല, നല്ലതല്ല. അങ്ങനെയാണെങ്കിൽ ഹറാമ് തിന്നതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. അതിന് ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താ പറയുക, നമ്മൾ ഒളുകൊടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ഈ ഒളുകൊടുക്കുന്ന വെള്ളം എന്താണോ, ശുദ്ധിയുള്ള വെള്ളമാണ്. മറ്റൊന്നിനെ ശുദ്ധിയാക്കാനുള്ള കഴിവും വേണം. അപ്പോൾ ഇളനീർ വെള്ളം ശുദ്ധിയുള്ള തന്നെയാണ്, വേറൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റില്ല, കുടിക്കാനേ പറ്റുള്ളൂ, ഒളുകൊടുക്കാൻ പറ്റില്ല.
ശുദ്ധവെള്ളമാണ്. അത്തർ നിബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത്തർ സുഗന്ധം നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. അവൾ ഒതുകൊടുക്കേണ്ട വെള്ളത്തേക്ക് ആ അത്തർ വാർന്നാൽ എന്താവും? ഒതുർ കാണിച്ചില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഒതുകൊടുക്കുന്ന വെള്ളത്തിലേക്ക് പിന്നെ ഒരു നായയോ പന്നിയോ കാശിച്ച് അങ്ങനെ ഉണ്ടാവും, മൂത്രമൊഴിച്ച് അങ്ങനെ ഉണ്ടാവും? തീരെ പറ്റൂല. ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. നമുക്ക് ഹലാലായത് നമുക്ക് തിന്നാം, പക്ഷെ ഓവറാക്കരുത്. അപ്പൊ ഹറാമ് തിന്നുന്ന ഏതുപോലെ നല്ല വെള്ളത്തിൽ നിന്ന് നമുക്ക് ഒതു കൊടുക്കാം. നല്ല വെള്ളത്തിക്ക് എന്ത് വേണ്ട? ഭക്ഷണം നല്ല തന്നെയാണ്, ഓവറാക്കണ്ട. അത്ര നല്ല തന്നെയാണ്, ഒതു കൊടുക്കുന്ന വെള്ളത്തിക്ക് പാരണ്ട. ഹറാമായ ഭക്ഷണം കഴിക്കുന്ന ഏതുപോലെ അറിയങ്ങള് ഒതു കൊടുക്കുന്ന വെള്ളത്തിക്ക് നായിന്റെ പന്നിന്റെ മൂത്രോ കാഷ്ടോ ആക്കുന്നത് പോലെയാണ്. അത് എത്രമാത്രം ഗുരുതരാണ് എന്നതുപോലെ ഗുരുതരാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരെ പറയുന്നുണ്ട്. ഇനി ഈ ആയത്തിൽ വേറെ അർത്ഥം എന്താ പറയുക? യാ അയ്യുഹർ റസൂൽ പറഞ്ഞാല് അത് നമ്മളെ നബിനോടാ പറയേണ്ടത്. അപ്പൊ നമ്മക്കാണ് ഒക്കെ നമുക്ക് ബാധകമാകാൻ തന്നെയാണെങ്കിലും റസൂല് എന്നവിടെ പറയാൻ കാരണം മുമ്പ് കഴിഞ്ഞു പോയ 1,24,000 പ്രവാചകന്മാരെ തുലാസിന്റെ ഒരു തട്ടിലും അന്ത്യപ്രവാചകരെ തുലാസിന്റെ മറ്റേ തട്ടിലാണ് വെച്ച് കഴിഞ്ഞാൽ മൂല്യം നോക്കുമ്പോൾ ആർക്കേക്കാരം മഹത്വം? അന്ത്യപ്രവാചകർക്കാണ്. അതുകൊണ്ടാണ് അന്ത്യപ്രവാചകർക്ക് അവിടെ റസൂൽ. ലികുല്ലി നബിയ്യും ഫിൽ അനാമി ഫളീലത്തുൻ വജുംലതുഹാ മജ്മൂഅത്തുൽ ലി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ നബിമാർക്കും ഓരോ മഹത്വങ്ങൾ പുണ്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം ഒരേ സമയത്ത് അന്ത്യപ്രവാചകരിലുണ്ട്. ആ അറിയിക്കാൻ അങ്ങനെ പറഞ്ഞതാണ്. ഇനി വീണ്ടും മറ്റു വിഷയത്തിലേക്ക് തന്നെ വരാം. അത് മുഅ്മിനൂന സൂറത്തിൽ തന്നെ അടുത്തായിട്ട് നോക്കൂ. വ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വ അന റബ്ബുക്കും ഫത്തഖൂൻ. നിങ്ങളെല്ലാവരും ഒറ്റ ഉമ്മത്താണ്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, നിങ്ങൾ എന്നെ സൂക്ഷിക്കണേ. ഫതഖത്തഉ അംറഹും ബൈനഹും സുബുറാ. അവരവരുടെ കാര്യങ്ങളിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളായി ഭിന്നചേരിയിലായി. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഓരോരുത്തരും അവരവരുടെ ഗ്രൂപ്പുകളിൽ സന്തുഷ്ടരായിരുന്നു എന്ന് പറഞ്ഞാല് ഓരോരുത്തരും പറയാൻ ഞങ്ങളതാണ് ശരി, ഞങ്ങളതാണ് ശരി. അവനാന്റെ രേഖയിൽ ഓരോരുത്തരും എന്തായി? സന്തോഷത്തിലായി. ഇതിന്റെ ഒരു വാക്യാണ് ഇപ്പൊ നമ്മൾ ഈ ആയത്തിൽ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്തു? അതിര് വിട്ട് പലതും പറഞ്ഞു. അപ്പോ നുണ പറയുമ്പോ എന്തായിരുന്നാലും വ്യത്യാസം ഉണ്ടാവും. കളവ് പറയുമ്പോ അത് പല കോലത്തിലായി പലരും. അതാണ് ആ ഫതഖത്ത എന്ന് പറഞ്ഞത്. സുബർ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ പാർട്ടികൾ എന്നുള്ള അർത്ഥത്തിലാണ് സുബർ. അങ്ങനെ പറയാൻ കാരണം അതാണ്. അപ്പൊ ഇവിടെ അല്ലാഹു തആല ഇന്ന് നമ്മൾ ഓതി വെച്ച ആയത്തിലും പറയുന്നത് സത്യസമേതമല്ലാതെ ദീനിൽ ഒരിക്കലും അതിര് വിട്ട് പറയരുത്, ചെയ്യരുത്. അപ്പൊ സത്യത്തിന്റെ പിൻബലം ഉണ്ടാകണം. അപ്പൊ പിന്നെ അത് അതിര് വിട്ടതാവൂല. സത്യത്തിന്റെ പിൻബലം ഉണ്ടായ ഇപ്പോ നമ്മൾ ഖുർആനിലോ ഇതൊന്നും പറയാതെ നമ്മളിപ്പോ ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഒരാൾ എത്തിച്ച കഥ പറയുകയാണെങ്കിൽ ഒരു പിൻബലം ഇല്ലാതെ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. ഒരു അതിര് വിട്ട വർത്താനായി വരും. എന്ത്? കണ്ണ് അടച്ചിട്ട് അത് തുറക്കുമ്പോഴേക്ക് എത്ര കുറഞ്ഞ ടൈമാണ്, അതിൻ്റെ അടിയിൽ ഒരു സിംഹാസനം എത്തിച്ചു പറഞ്ഞാല് നമ്മൾ ചോദിച്ചില്ല. പക്ഷെ അവിടെ സത്യത്തിന്റെ പിൻബലുണ്ട്, ഖുർആൻ പറഞ്ഞു. അപ്പൊ ഇന്ന് അവിടെ വേറെ ഒരു വ്യാഖ്യാനം ആവശ്യമില്ല. ഇസ്രാ മിഅ്റാജ് നടക്കുന്നതിന്റെ മുമ്പ് അങ്ങനൊന്നും നമുക്കറിയില്ല. ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ ഇന്ന് നമ്മളിങ്ങനെ ബഹിരാകാശ യാത്രയും മറ്റുമൊക്കെ കേൾക്കുന്നതാണ്. ഇപ്പോ ഒരു സുനിത നമുക്കറിയാലോ, അവർക്കൊക്കെയാണ് വലിയ VIP പരിഗണന കൊടുക്കുന്നത്. കാരണം എന്താ, കുറെ അവർ വലിയ സേവനം ലോകത്തിന് നൽകി എന്നുള്ളതുകൊണ്ട്. അപ്പൊ അവരെന്നെ അവരുടെ ചില യാത്രകളിൽ സാങ്കേതിക തകരാറുണ്ടായിട്ട് മാസങ്ങൾ അവരെന്ത് ചെയ്തു? ബഹിരാകാശത്ത് കുടുങ്ങിയത് അവർ വിശദീകരിച്ചു. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഗോളാന്തരങ്ങളിലേക്കുള്ളൊരു യാത്രയെ പറ്റി പറയുമ്പോൾ ഖുർആന്റെ ഹദീസിന്റെ പിൻബലല്ലെങ്കിൽ നമുക്ക് അത് പിന്നെ അതായത് സത്യത്തിന്റെ പിൻബലല്ലെങ്കിൽ അത് അതിര് വിട്ടു എന്ന് പറഞ്ഞു പോകും. അപ്പോ സത്യത്തിന്റെ പിൻബലം ഉണ്ടെങ്കിലോ നമുക്ക് രേഖ ഉണ്ടെങ്കിലോ എവിഡൻസ് ഉണ്ടെങ്കിൽ അതിനതിര് വിട്ടതാവൂല. അത് അല്ലാഹു തആല നൽകുന്നതാണ്. അതാണ് ഈസാ നബിക്കും മറ്റൊക്കെ അല്ലാഹു തആല കൊടുത്തത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അല്ലാഹു കൊടുത്തത് വടി കൊണ്ട് അടിച്ചിട്ട് വടി നിലത്തിട്ട് ആ പാമ്പായതും അടിച്ചിട്ട് പാറം വന്ന് വെള്ളം വന്നതും അത് ഇങ്ങനെ ഉയർത്തുമ്പോൾ ടോർച്ച് പോലെ ലൈറ്റ് വന്നതും ഇതൊന്നും ആവശ്യമില്ലാതെ വിരല് വെച്ചപ്പോൾ വെള്ളം വന്നതും വിരല് കൊണ്ട് ലൈറ്റ് കാണിച്ചു കൊടുത്തതും നിബിധങ്ങൾ ഓരോരുത്തർക്കും കൊടുത്തത്.
ഒക്കെ സത്യത്തിൻ്റെ വിൽവരം. അത് ഈസാ നബിക്കും മൂസാ നബിക്കും നമ്മുടെ നിമിത്തങ്ങൾക്കൊക്കെ അള്ളാഹു തആല കൊടുത്തു. അവിടെ നിന്നാ മതി. ഇല്ലാത്തത് ഒരിക്കലും പറയരുത്. അങ്ങനെ പറഞ്ഞപ്പോൾ അത് പറ്റാതിരി വിട്ടുപോയി. അതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കണില്ല. അതുകൊണ്ട് ഒരു ഭാഗം ക്ലിയറാക്കും, മറ്റൊരു ഭാഗം പൊളിഞ്ഞു പോകുന്നത് ഒരു മനസ്സിലാക്കില്ല. ഓവറായിട്ട് ഒരു ഈസാ നബി പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഒരു പറഞ്ഞു എന്നാണ്. ലുഈനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ് വഈസ ഇബ്നു മറിയം ذلك بما عصوا وكانوا يعتدون. ലുഈന അല്ലദീന കഫറൂ, സത്യനിഷേധികൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. മിൻ ബനീ ഇസ്രായേൽ സന്തതികളിൽ നിന്ന്. ആര് മുഖേനയാണ് ശപിക്കപ്പെട്ടത്? അലാ ലിസാനി ദാവൂദ് നബിയുടെ നാവിലൂടെയും വഈസ ഇബ്നു മറിയമിന്റെ മകനായ ഈസ നബിയുടെ നാവിലൂടെയും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ദാവൂദ് നബിയുടെ ജനതയിലും, കാരണം ദാവൂദ് നബിക്ക് അല്ലാഹു സബൂർ എന്ന ഗ്രന്ഥം കൊടുത്തു, ഈസാ നബിക്ക് ഇഞ്ചിൽ എന്ന ഗ്രന്ഥം കൊടുത്തു. അപ്പോൾ ഇതിലൂടെയാണ് ഇസ്രായേലികൾ എന്ത് ചെയ്തത് നോക്കൂ, അവര് ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? പിന്നെ ഖുർആൻ തന്നെ പറയുന്നതിന്റെ കാരണം പറയുന്നത് ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. ദാലിക ബിമാ അസൗന, അവരെന്ത് ചെയ്തു? അവര് പിന്നെ ദുർമാർഗത്തിലായി, ഒരു തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്തു. മാത്രല്ല വകാനൂ യഅ്തദൂൻ, അതിര് വിട്ട് പ്രവർത്തിച്ചു. എന്താണത്? ഒരു ശപിക്കപ്പെട്ടത് എങ്ങനെയാണ്? അതെങ്ങനെ അറിയോ? ഇപ്പൊ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിൽ ഇസ്രായേൽക്കാരെ കുരങ്ങന്മാരാക്കിയാണ്. അതാണ്, കുരങ്ങന്മാരും ആക്കി പന്നികളും ആക്കി. അതിന്റെ കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, ഒരു പലിശ ഹലാലാക്കിയതുകൊണ്ടാണ്. സാമ്പത്തിക വർധനവ് വേണ്ടി ഓലെന്ത് ചെയ്തു? അള്ളാഹു നിഷിദ്ധമാക്കിയ പലിശയെ ഓലെന്ത് ചെയ്തു? ആ കാലഘട്ടത്തിൽ ഓൽക്ക് അള്ളാഹു കൊടുത്ത അത് ഓലംഗീകരിച്ചില്ല. പൊതുവെ ബനീ ഇസ്രായേൽക്കാരെ പറ്റി നമ്മൾ ഇന്നാൾ പറഞ്ഞതാണ്, മുതൽ ഓൽക്കെല്ലാം ഉണ്ടായിരുന്നു. മുതലിനോട് വല്ലാത്തൊരു അലച്ച, അത് ഓൽക്ക് കൂടുതലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പലിശ എന്നുള്ള ഒന്ന് അവരിൽ വല്ലാതെ എന്ത് ചെയ്തു? വ്യാപിച്ചു. ഈ കടം കൊടുക്കലും വ്യവസ്ഥ വെക്കലും പിന്നെ ഏറെ വാങ്ങലും, അങ്ങനെ അതിലൊന്നും യാതൊരു സൂക്ഷ്മതയില്ലാത്ത ഒരു അവസ്ഥ. ഇതാണ് ഒന്ന്. മറ്റൊന്ന്, അതിൽ വിട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് പിന്നെ അനുവദിച്ച പുണ്യമാക്കിയ ശനിയാഴ്ച ദിവസത്തെ അവരെന്ത് ചെയ്തു? അനാദരിച്ചു. നമ്മൾ ഇന്നലെ കഥ പറഞ്ഞതാണ്. ശനിയാഴ്ച അവരോട് അവർക്ക് ഫുള്ള് ലീവാക്കണമെന്നതിന് നിയമം നമ്മളായിരിക്കണം. നമുക്ക് വെള്ളിയാഴ്ച അൽഹംദുലില്ലാഹ് നല്ല സൗകര്യമാണ്. ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫില്ലാഹ്. അള്ളാഹു തആല ഖുർആനിൽ നേരിട്ട് പറഞ്ഞാണ്, വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇറങ്ങിക്കോളിട്ടോ. എല്ലാവരും പോകണമെന്നല്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കണം എന്നില്ല. നിങ്ങൾ ഇറങ്ങിക്കോളി, എന്നിട്ട് അള്ളാഹിന്റെ ഫളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ചോളി, അന്വേഷിച്ചോളി, എന്നാൽ ജോലിക്ക് പോയിക്കോളി എന്നാണ്. ഫുള്ള് ലീവാക്കണം എന്നില്ല. ഇനി ഒരാളിപ്പോൾ ജുമുഅ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച നല്ല ദിവസം മഗ്‌രിബിക്ക് വാങ്ങിക്കൊടുക്കുള്ള ടൈമുള്ള ചെയ്യാണ്ട് ഒരാൾ ചോറ് കഴിച്ച് വന്ന് പിന്നെയും കൂലിയുണ്ട് തന്നെ ഇരിക്കണം എന്നില്ല. അതിനെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ദുആക്കിരിക്കാതെ മണ്ടാണ്. അങ്ങനെയാണ് ഇപ്പോൾ പറയേണ്ടത്. എഴുതിയാണ് അങ്ങനെയല്ല. നിസ്കാരത്തിന്റെ ഫൈദാ ഫറഗ്ത ഫൻസബ് എന്ന ഖുർആൻ പറഞ്ഞത്. ഫൈദാ ഫറഗ്ത, നീ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫറഗ്, നീ എന്ത് ചെയ്യണം? ഫൈദാ ഫറഗ്ത ഫൻസബ്, നീ ദുആ കൊണ്ട് അധ്വാനിച്ചുകൊണ്ടിരുന്നാണ്. ആ സമയത്തുള്ള പ്രാർത്ഥന ഉത്തരം കിട്ടും. രണ്ട് നിലയ്ക്ക് നബി തങ്ങൾ പറഞ്ഞു. ഒന്ന്, കൂട്ടമായിട്ട് ദ്വാരുന്ന ഉത്തരം കിട്ടും. കൂട്ടമായിട്ട് ദ്വാരുന്നാല് ഉത്തരം കിട്ടും. ഈ പഴയ നോട്ടും പുതിയ നോട്ടൊക്കെ ഉണ്ടാവുമ്പോഴേ, പറ്റ പഴയ നോട്ട് നല്ല നോട്ടിന്റെ അടിയിൽ കൂടി ഇങ്ങനെ ചിലവാണുണ്ടല്ലോ ഞങ്ങൾ അല്ലേ? 1,00,000 കൊടുത്തില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 500 നോട്ട് ഇങ്ങനെ പറ്റ ചീഞ്ഞതുണ്ടാവും. പൊട്ടയൊന്നും ഉണ്ടാവില്ല, എന്നാലും അങ്ങനെ കൊടുത്തു നോക്കി. അതങ്ങനെ അവിടെ എത്തുമ്പോൾ എന്നിട്ട് സ്പീഡ് കുറച്ച് നോക്കില്ല, പൊട്ടയുണ്ട് എന്നുള്ള നിലക്ക്. നേരെ അടിച്ച് 1,00,000 കൊടുക്കേണ്ട, ജ്വല്ലറി കൊടുക്കേണ്ട, മുഴുവൻ പഴയ നോട്ട്. അപ്പോൾ ജ്വല്ലറിക്കാരെ നമ്മളെ പരിചയക്കാരനാണ് ഈ പറയുന്നത്, പൈസ നിങ്ങൾ പിന്നെ തന്നാൽ മതി ഇട്ടോ. ഇനി അതന്നെ കൊണ്ടുവന്നത് പിന്നെ അത് തിരിയണം എടുക്കണ പറയേണ്ടത്. എന്ന മാതിരിക്ക് നമ്മളൊക്കെ മോശക്കാരുണ്ടാവും, പക്ഷെ നല്ലവരും ഉണ്ടാവും. അതാണ് ഈ കൂട്ടദ്വാക്കുള്ളൊരു മെച്ചതാണ്. ആമീന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരം എന്താ പറയുക, നിങ്ങൾ ഉസ്താദ് ഇപ്പം എന്തൊക്കെയാ ചോദിക്കാൻ നമുക്കറിയില്ലല്ലോ. ഉസ്താദിന് ചിലപ്പോൾ മുടിയാളിക്കലുണ്ടെങ്കിൽ അതിന് നല്ലൊരു കന്നിനെ കിട്ടാനായിട്ട് അറിയിച്ചപ്പോൾ ഇല്ലല്ലോ എന്നൊക്കെ കയറും ചിലപ്പോൾ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, എല്ലാവരും പെട്ടു.
ധൈര്യമായിട്ട് ആത്മാർത്ഥം ഇനി നമുക്ക് മനസ്സിൽ കരുതിയാൽ മതിയല്ലേ നമ്മളെ കാര്യങ്ങളൊക്കെ. കാരണം ജിബ്രീൽ എന്ന മലക്ക് ദുആയിരുന്നു, നബി തങ്ങൾ ആമീൻ പറഞ്ഞു, രണ്ടാളും ദുആയിരുന്നു എന്നാ. ഈ ആമീൻ പ്രാർത്ഥന തന്നെയാണ് ഓൻ്റെ ഒരു ഒടുക്കത്തെ ദുആ. അങ്ങനെയല്ല, എല്ലാവരും കൂടിയാണ് അത് വരക്കുന്നത്. ഓൻ്റെ ഒരു ഒടുക്കത്തെ ദുആ എന്ന് മനുഷ്യന്മാർ ചിന്തിക്കേണ്ട രൂപത്തിൽ ദ്വാരക്കരുത് എന്ന് മാത്രം ഉണ്ടല്ലോ. കൂടുതൽ കണ്ട് ദ്വാരുന്ന ഞാൻ ഇന്നലെ ഞാനൊരു മരിച്ചെടുത്ത് ദ്വാരത്തു. പിന്നെ അവൻ എന്നോടൊരാൾ ചോദിച്ചു, പിന്നെ ഏതുകറിയാൻ ഇതുവാ പറ്റ ശരിക്കും സ്ഥാപിച്ചു, അത്ര മതിയാകും. ഇന്നലെ നമ്മൾ ഖുർആൻ ക്ലാസ്സിന് വരേണ്ട ഒരാളെയാണ്. അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും ദ്വാരക്കത്തണം എന്ന് പറഞ്ഞാൽ കുടുംബോത്സവം ചെന്നു. നമ്മളെ ഡയാലിസിസ് ചെയ്യേണ്ട ആളായിരുന്നു, പക്ഷെ ഭയങ്കര ധൈര്യം. മലപ്പുറത്ത് ഒരു കോൺട്രാക്ടറാണ്. അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര താല്പര്യമുള്ള ഭയങ്കര ധൈര്യമായിരുന്നു. ഇവർക്ക് കിഡ്നി പോയി എന്നൊന്നും ഇവരെ പറയാൻ പറ്റില്ല, അത്രക്കും ധൈര്യമായിരുന്നു. പക്ഷെ അള്ളാഹ് അനുഭവിച്ച ടൈം കഴിഞ്ഞ് നമ്മൾ മാറിക്കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത്ര മതി ദുആ. അല്ല നമ്മളുള്ള എല്ലാ കേരളത്തിലാണ് ഔലിയാക്കൾ ഇഷ്ടം പോലെ നല്ല നല്ല മനുഷ്യന്മാർ. എല്ലാവരും പേര് പറയുമ്പോൾ തന്നെ നേരം കുറയാവും. ആ ടൈമിൽ കുറച്ച് വരുന്നിട്ട് വേഗം ചെയ്യണം. ആളുകൾക്ക് ഉള്ളത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. തൃപ്തിയോടുകൂടെ ആമീൻ പറയണം മനുഷ്യന്മാർ. നീണ്ടാൽ ഒക്കെ വിഷമീകരണം പിരായി പറഞ്ഞിട്ട് മനുഷ്യനൊരു വെറുപ്പുള്ള രൂപത്തിലാക്കണ്ടല്ലോ. ആവട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ അറിയോ, ഈ സംഘമായിട്ടുള്ള പ്രാർത്ഥന അതും ഇല്ലാതെ നമ്മൾ പോകരുതെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇവർക്ക് അങ്ങനല്ല. നമുക്ക് അള്ളാഹു അതിലൊക്കെ എളുപ്പമാക്കി തന്നല്ലോ. എന്നാൽ ഇവർക്കോ നിങ്ങൾ ശനിയാഴ്ച അങ്ങനെയാണ് ഓലോട് മീൻ പിടിക്കുക. ഓൽക്ക് ഉപജീവനത്തിൻ്റെ വലിയൊരു വഴിയായിരുന്നു മീൻ പിടിക്കരുതാണ്. എന്നായിക്കോട്ടെ. പക്ഷെ പിന്നെ ഒരു വെറുതെ ഇങ്ങനെ പോയി നോക്കും, പോയേക്ക് ശനിയാഴ്ച പിടിച്ചൊന്നും വേണ്ട എന്നല്ല നോക്കാം. അന്ന് ഭയങ്കര മീനേകാരം തന്നെ. അത് തോന്നില്ല കേട്ടോ, തോന്നില്ല. നിങ്ങളിപ്പോൾ കൂരിയാട്ടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒറ്റ ബസ്സും വരുന്നില്ല, മലപ്പുറത്തേക്ക് ഇങ്ങനെ പോകാം. അത് ചിലപ്പോൾ ഒരു അനുഭവമല്ലേ. ഓട്ടോ ഡ്രൈവർമാരൊക്കെ ചിലപ്പോൾ പറയാം സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആരും വിളിക്കൂല, കഞ്ഞി കുടിച്ചാൽ വന്നാൽ എടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ വരും വിളി, ഒന്ന് വാടാ അത് കുടിച്ചാനായിക്കില്ല. അത് അതിൻ്റെ അല്ലേ ചില കാര്യങ്ങളൊക്കെ. ഇതങ്ങനെയല്ല. അള്ളാഹു ഒരു പരീക്ഷണം കൊടുത്ത തോന്നലല്ല നന്നായിട്ട് മീൻ. അപ്പോൾ ഓൽക്ക് തോന്നി. അപ്പോൾ ഐഡിയ പ്രയോഗിച്ചെന്താ, പിടിക്കാൻ പാടില്ല എന്നല്ലേ. ഓല് ഒരു ചാലിങ്ങനെ കീറിയാണ്ട് ഇപ്പുറത്തൊരു കുഴി ഒഴിച്ചിട്ട് ശനിയാഴ്ച അയക്കാണ് തിരിച്ചിടും. അപ്പോൾ ആ കുഴിക്ക് വെള്ളം മീൻ നന്നായിട്ട് വന്നിട്ടേക്കാണെന്ന് അറിയും. എന്നിട്ടാണ് ബ്ലോക്കാക്കും. ശരിയാക്കി തരങ്ങളെ അറിഞ്ഞാണ്ട് പോകും. ഞങ്ങൾ തൊടൂലട്ടോ. എന്നിട്ട് ശനിയാഴ്ച സൂര്യൻ അസ്തമിച്ചതിന് ശേഷം കൊട്ടയിട്ടും വന്നാണ്ടൊക്കെ വാരിയാണ്ട് പോകും. അപ്പോഴും ശരിക്കും ഒരു പിടുത്തം ശനിയാഴ്ച തന്നെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഓല് എന്ത് ചെയ്തു ആ രൂപത്തിൽ വലിയ ഫലമൊന്നുമില്ല. ഏതുപോലെ നമ്മൾ ചുടുവെള്ളം കുടിക്കണം എന്ന് തന്നെയാണ്. പിന്നെ ഈ ചുടുവെള്ളത്തേക്ക് ഉണ്ടാ തണുത്തുള്ളൊരു പാരല് ചൂട് കണക്ക് അത് പോയി കാര്യമില്ല. അത് പിന്നെ ഞാൻ അയക്ക് വരല്ല കേട്ടോ. കാരണം പ്രകൃതി ചികിത്സക്കാർ പറയാവുകൊണ്ട് ഒരു കാര്യമില്ല ഈ തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട്. അതുപോലെ തമ്മിൽ ഭയങ്കര സംഘടനയാണ്. ഇത് മധുഹബ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായിരിക്കാണ്. ഓരോന്നിലും അതിൻ്റെതായ അണുക്കളൊക്കെ വേണ്ട അണുക്കളും ചത്തുപോകാന്ന് അവർ പറയുന്നത്. ആകപ്പാടെ വിരാന്ത ഉദകപ്പാടെ കേട്ടാൽ ഏതടക്കണ്ടെന്ന് അറിയാം. കാരണം നമ്മളില്ലേ അത് പോട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഫലത്തിൽ ഒരു ശനിയാഴ്ച മീൻ പിടിച്ച പോലെയാണ്. പിന്നെ ഇബ്ലീസ് എന്ത് ചെയ്തു അറിയോ, ഓലോട് പറഞ്ഞു ഏതായാലും ഇപ്പം നിങ്ങൾ ശനിയാഴ്ചയാണ് ആ വെള്ളം തിരിക്കുന്നത്. അതൊന്നും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും കാര്യമില്ല, നിങ്ങൾ ശനിയാഴ്ച തന്നെ പിടിച്ചോളിയാ. ആ ശനിയാഴ്ച പിടിക്കലാണ് പോലെ അള്ളാഹു കരങ്ങന്മാരൊക്കെ ദാവൂദ് നബിയുടെ പ്രാർത്ഥനയാണെന്നാണ് ഇവരെ വാക്യൊക്കെ അല്ലേ. ഒരു നിലക്കും പറഞ്ഞാൽ കേൾക്കേറ്റേ സന്നദ്ധമായിരുന്നു ഓലക്കൊരങ്ങമ്മ. ഒരു കൂട്ടരെ അള്ളാഹു തല പന്നികളാക്കി മാറ്റി ഇസ്രായേലികളെ നന്ദികേടും കാണിച്ചിട്ട്. ഓരൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. തൗറാത്തിന്റെ ശേഷമാണ് സബൂർ കേട്ടോ. തൗറാത്തിന്റെ ശേഷമാണ്. തൗറാത്തിൽ അവിടെ നിന്നുള്ളതൊക്കെ വരേണ്ടത് ഇസ്രായേലികൾ വരേണ്ടത്. അവർക്ക് ഫറോവനെ അള്ളാഹു നശിപ്പിച്ചിട്ടാണ് തൗറാത്ത് കൊടുക്കുന്നത്. അല്ലാതെന്തല്ല. അബൂജഹലിന്റെ അടുത്തേക്ക് നബി തങ്ങൾ ഖുർആനേറ്റും പോയ ആർക്ക് തൗറാത്തേറ്റും മൂസാ നബി ആരടുത്ത് പോയിട്ടില്ല. അല്ലാത്ത സന്ദേശം കൊടുത്തതാണ്. അങ്ങനെ അവരെ നശിപ്പിക്കപ്പെട്ടതിൻ്റെ ശേഷം ആണ് ഇവർക്ക് തൗറാത്ത് അള്ളാഹു കൊടുക്കുന്നത് ഇസ്രായേലികൾക്ക്. പക്ഷെ ഓല് അതിനൊക്കെ എന്ത് ചെയ്ത് വ്യതിചരിച്ച് വല്ലാത്തൊരവസ്ഥയിലായി. അതാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ദാവൂദ് നബിയുടെയും പിന്നെ ഈസാ നബിയുടെ നാവിലൂടെയും ഇവർക്ക് എന്ത് ചെയ്തു വലിയ പ്രശ്നങ്ങൾ വന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന കാരനാണ് ഇവരിൽ ഒരു കൂട്ടരെന്ത് ചെയ്തു ഈസാ നബിന്റെ ജനതയിലും പന്നികളാക്കി കോരം മറിച്ചു. അത് ഒറിജിനൽ പന്നികളാക്കി എന്നുള്ളതാണ്. ഇനി ഈ കുരങ്ങന്മാരാക്കലും പന്നികളാക്കലും ഈ ഉമ്മത്തിൽ ഉണ്ടാവില്ല എന്നാണ്.
എന്നാൽ അതേ സമയത്ത് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് നേരെ രൂപം അങ്ങനെ ആക്കൂലെങ്കിലും സ്വഭാവം അങ്ങനെ ആക്കുന്ന നമ്മൾ രൂപം അങ്ങനെ ആക്കാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാലേ കുരങ്ങന്മാരെ പോലെ ഒന്നും ആക്കാത്ത എന്താണെന്ന് ചോദിച്ചാല് പിന്നെ അത് നബിതങ്ങൾക്കൊരു മോശമാണെന്നുള്ളതാണ്. അന്ത്യപ്രവാചകർക്ക് നമ്മൾ പറയില്ല ഞാൻ എൻ്റെ വാപ്പനെ വിചാരിച്ചിട്ടാ അല്ലെങ്കിൽ എന്നിട്ട് 2 പൊട്ടിക്കുഞ്ഞാണ് എന്നൊക്കെ പറയില്ല നിങ്ങൾ, അയാൾ നല്ലൊരു മനുഷ്യനാണ്, അങ്ങനെ സാധാരണ പറയല്ലോ. എന്നതുപോലെ നബിതങ്ങൾക്ക് വലിയ സ്ഥാനം ഉണ്ടായതുകൊണ്ട് അപ്പയല്ലേ നമ്മൾ കൈസിലാകാണ്. പക്ഷെ മനുഷ്യന്മാരെ ചില സ്വഭാവങ്ങൾ അങ്ങനെ ഉണ്ടാവും, സ്വഭാവങ്ങളുണ്ടാവും. അതൊക്കെ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും നമ്മളിങ്ങനെ നോക്കുമ്പോൾ, ഓരോ വിഷയങ്ങൾ നമ്മളിങ്ങനെ ഓരോ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ മനുഷ്യർ പറ്റ അതിര് വിട്ടിട്ട് നാൽക്കാലികളെക്കാൾ അതപ്പതിച്ച വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ എന്ത് ചെയ്യും മനസ്സിലാവും. അപ്പോൾ അള്ളാന്റെ ശാപത്തിന് പാത്രമായവരാണ് ഇവർ. ഇതൊക്കെ എന്തിനാ നമ്മളോട് പറയുന്നറിയോ? ഇത്രമാത്രം അനുഗ്രഹങ്ങൾ റബ്ബ് കൊടുത്ത് വലിയ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു താല രക്ഷപ്പെടുത്തി എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടും ഇവരൊക്കെ ഇങ്ങനെ ആയല്ലോ, നമ്മളൊരിക്കലും ആ ഒരു രൂപത്തിൽ ആകരുത് എന്നറിയിക്കാൻ വേണ്ടി. നോക്കൂ, വീണ്ടും അള്ളാഹു താല പറയണ അടുത്ത ആയത്തിൽ കാനൂ, എന്താണ് ഇവർക്ക് പറ്റിയൊരു പ്രശ്നം എന്നറിയോ? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു ലബീസ മാ കാനൂ യഫ്അലൂൻ. ഖാനോ, അവരായിരുന്നു ഈ ബനു ഇസ്രായേൽക്കാർ. ഇപ്പൊ ഇവർക്ക് ഓല കോലം മറിക്കലും വലിയ ഷാപ്പൊക്കെ കിട്ടിയല്ലോ. എന്താ കാരണം? ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു, അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ വിലക്കിയില്ല. ലബീസ മാ കാനൂ യഫ്അലൂൻ, അവർ ചെയ്യുന്നത് വളരെ ഹീനമായിരുന്നു. അവർക്ക് സംഭവിച്ചൊരു പ്രശ്നം എന്താ വെച്ചാൽ ഓല് നല്ലത് കൽപ്പിക്കുകയും തെറ്റ് തടയുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യം ഓല് ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരുപാട് പരീക്ഷണം ഇപ്പോൾ മൂസാ നബിന്റെ ജനതയ്ക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ പശുക്കുട്ടിനെ ആരാധിച്ച ഒരു പശുക്കുട്ടിനെ ഓല് ആരാധിക്കൽ തുടങ്ങിയപ്പോൾ മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയതാണ്. ഇവർ ഈ ആരാധന തുടങ്ങിയപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? കുറെ ആൾക്കാർ എന്ത് കരുതി? ഞാനേതായാലും അതിനൊന്നുമില്ല, അതൊന്നും ശരിയല്ല. സാമിരി എന്ന് പറഞ്ഞ മൂസ എന്ന് പേരുള്ള ആളാണ് ആ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. അയാൾ പറഞ്ഞു ഇതന്നെയാണ് അള്ളാഹു പറഞ്ഞു. മൂസാ നബി ഈ അള്ളാഹിനെ തെരഞ്ഞാണ് പോയിട്ടുള്ളത്. പക്ഷെ അള്ള ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുള്ള ചെറിയൊരു പരീക്ഷണം കൊടുത്തു. ആ പശുക്കുട്ടിന്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ഒച്ച അങ്ങനെ വരും. അപ്പൊ ഇത് ദിവ്യത്തുണ്ട് നൂല് വിലയിരുത്തി സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ. അങ്ങനെ ഓല് അതിനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോ ഒരു വീട്ടില് ജ്യേഷ്ഠൻ ആരാധിക്കുമ്പോ അഞ്ചെന്ത് കരുതി? ഓന് ബുദ്ധിയും കഥയൊക്കെ ഉണ്ടല്ലോ, എന്തേലും ആയിക്കോട്ടെ. മക്കള് ആരാധിക്കുന്നത് കണ്ടപ്പോ വാപ്പാര് തടയാനൊന്നും പോയില്ല. അലമ്പുണ്ടാക്കണ്ട, നമ്മൾ അവനാരെ കാര്യം നോക്കിയാൽ ഇന്നത്തെ കാലത്ത് നല്ലത് തന്നെ ഒക്കെ മാറി. അവസാനം ഭയങ്കര പ്രശ്നമായി. അള്ളാഹു താല ഓൽക്ക് ചെറിയൊരു പണി കൊടുത്ത, എന്താ അതാബ് കൊടുത്ത്? കണ്ടു നിന്നോലുണ്ടല്ലോ ചെയ്തോലെ കൊല്ലണം. കണ്ടു നിന്നോല്, ഇതിപ്പോ കാസർഗോഡ് ജില്ലയിലുള്ള ആൾക്കാർ കണ്ടു, മലപ്പുറം ജില്ലക്കാർ ചെയ്തു, എല്ലാം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പരിചയമൊന്നുമില്ലെങ്കിലേ കിടക്കട്ടെ അറിയാം. ഇത് വാപ്പ മകനെ, ജ്യേഷ്ഠൻ അനിയനെ, ആങ്ങളെ പെങ്ങളെ ഇതൊക്കെ നമുക്ക് ചെയ്യണ്ടേ? ആരാ കണ്ടുന്ന പോലെ അത് ഉറ്റ സുഹൃത്തുക്കളെ കാരണം ചിലപ്പോ അത് ഓൽക്ക് വലിയൊരു പരീക്ഷണമായി. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരു കേട്ടോ ഇല്ല എന്നുള്ളതല്ല, അത് നമ്മളെ വലിയൊരു കടമയാണ്. ഈ പറഞ്ഞു കൊടുത്തിട്ട് കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. അതിന് നൂഹ് നബിനെ മാതൃകയാക്കാൻ അള്ളാഹു പറഞ്ഞു. നൂഹ് നബി പറഞ്ഞു, ഒരു കേട്ടില്ല. നൂഹ് നബിക്ക് പ്രശ്നമൊന്നുമില്ല, അദ്ദേഹത്തിന് അള്ളാഹു താല സ്ഥാനക്കയറ്റം കൊടുക്കുക ചെയ്തത്. അതേ സമയത്തോ നമ്മളെ ധർമ്മം നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. പറഞ്ഞു കൊടുക്കണം. ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മൾ നോക്കണ്ട. ചിലർക്ക് പറഞ്ഞു കൊടുത്താൽ ഭയങ്കര ഉറപ്പേകാരം. അപ്പൊ പിന്നെ ഇവൻ ഇനി പറയാതിരിക്കാനുള്ള വഴി എന്താന്ന് ഓല അന്വേഷിക്കും. എല്ലാ നിലക്കും അന്വേഷിക്കും. അങ്ങനെയുള്ള ഉസ്താദുമാരൊക്കെ ഒരു മഹലിൽ നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് വെറുപ്പേക്കാറ്. ആളുകൾക്ക് തുറന്നു പറയാന്നാൽ അങ്ങനല്ല, ഓരോന്നും അതിൻ്റെതായ രീതിയിലാകണം. ഈ തുറന്നു പറച്ചിലെന്ന് പറഞ്ഞാൽ ആളെ വ്യക്തിഹത്യ അങ്ങനെയൊന്നും അല്ലാതെ വിഷയങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. ആ വിഷയങ്ങൾ പറഞ്ഞാൽ തന്നെ ചില ആൾക്കാർക്ക് പ്രശ്നക്കാരാണ്. ഒന്ന് ഉസ്താദ് ഇൻകിട്ട കൊട്ടിയോ,
നമ്മളെന്ത് കമ്മിയാക്കിയപ്പോൾ ചിലവ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളും കൊടുത്തല്ലോ. എന്തിപ്പോൾ ഇത്? അതിനാരെങ്കിലും ഒന്ന് തോണ്ടും, ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ തന്നെ തോണ്ടും നനക്കാട്ടോ ജുമാക്ക് ഇരുന്ന് കണ്ടാണത്. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കും, എന്തിനാ നോക്കിയിട്ട് മൂല്യരാൻ കിട്ടല്ലേ പറഞ്ഞേ. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഓനോടൊരാൾ ചോദിക്കുകയാണ്, നിങ്ങളെ ഉസ്താദ് എങ്ങനെയുണ്ട്? എനിക്കൊരു അഭിപ്രായമില്ല എന്ന് പറയുന്നത് കേട്ടാൽ ഇത് എന്തോ ഇയാൾ എന്തോ ചെയ്തു കൊണ്ടിരുന്നു ഇല്ല. അപ്പോൾ ഇതിങ്ങനെ കോട്ടിൽ വെച്ച് നടക്കുക കാരണം പിന്നെ അങ്ങനെയല്ല. നമ്മളെന്ത് ചെയ്യണം എന്നറിയോ? ഇപ്പോൾ നമ്മളോടൊരു കുട്ടി പറയുകയാണെങ്കിലും, ഒരു ചെറിയ കുട്ടി പറയുകയാണെങ്കിലും അങ്ങനെ ചിലപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അപ്പോൾ വെച്ച് നോണറിയാൻ പാടുണ്ടോ ഇങ്ങോട്ട് ചോദിക്കും. ചിലപ്പോൾ ചെറിയ മക്കളെ നമ്മളാ പറയേണ്ടത് തോന്നിയാൽ മനസ്സിലാക്കിയിട്ടേ കാരണം എന്തുണ്ട് ഓൻ പറയേണ്ടത്. അല്ലാ എന്ത് ചെയ്യാ അറിയോ? പെട്ടു എന്ന് പറയാ പെരുമ്പടൽ. അവിടുന്ന് തെറ്റ് തിരുത്തന്നാണ് നമ്മൾ. കുട്ടികൾ ചിലപ്പോൾ നമ്മളെ ഉപദേശിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും, കുട്ടി പിന്നെ സുബൈസ്കാരത്തിനെ പറ്റിയൊക്കെ നിസ്കരിച്ചില്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് മദ്രസയിൽ പഠിച്ചു വരിക. കാരണം പെരി വന്നുകാണ്ട് ഉമ്മാനോട് ചോദിക്കും, ഇപ്പം സുബൈസ്കരിക്കാൻ നീച്ചനോ നല്ല കിടക്കണേ. അപ്പം ഉമ്മ അറിയാം, എൻ്റെ ഉപ്പാക്ക് നല്ല സുബയ്യ, അതായത് നിസ്കരിച്ചിട്ടില്ല എന്നാണല്ലോ. ഓൻ ചിലപ്പോൾ ചെന്ന് വിളിക്കും. ചിലത് നേരെ തിരിച്ചേക്കാറ് കേട്ടോ, എൻ്റെ ഉപ്പയ്ക്ക് എത്ര മദ്രസ ഉണ്ടാ. അപ്പോൾ ഉസ്താദ് പറഞ്ഞ അത്ര പ്രശ്നം ഉണ്ടാവില്ലാന്ന് കരുതും. ചിലർ ആ പ്രശ്നം വെച്ച് കണ്ട് എന്ത് ചെയ്യും പറഞ്ഞു കൊടുക്കും. അൽബിർ ഉണ്ടല്ലേ നമ്മളെ സമസ്തൻ്റെ, അൽബിറിൽ ചേർത്തൊരു കുട്ടീൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു, ഓനപ്പം അൽബിറിൽ ചേർത്തിട്ട് കുടുങ്ങിക്കണ് പറഞ്ഞു. അതെന്ത് ചോദിച്ചു, എന്താ നമ്മൾ കക്കൂസ് കൊണ്ട് നോക്കണോ കാലം ഏതാ വെക്കണ്ടേ? അങ്ങട്ടെങ്ങാനും വലത്തെ കാല് വെച്ചാൽ നമുക്ക് പണിയായി. കുട്ടികൾ നല്ല നല്ല കോച്ചിങ് കൊടുത്തിട്ടേ, കുട്ടിക്ക് നല്ല കോച്ചിങ് ആണ്. അപ്പോൾ ഇവൻ്റെ ഒപ്പം തിന്നാനിരുന്നാൽ വാപ്പ വിസ്മയല്ലുണ്ടോ, ഇടത്തെ കൈ കൊണ്ട് നമുക്കുണ്ടല്ലോ ഈ കൈ ഇത് നമ്മളിങ്ങനെ വെള്ളം കുടിച്ച ഇങ്ങനെ വെള്ളം കുടിച്ചു. ചാപ്പനങ്ങാടി ബാപ്പുസ്താവ് പറയേ, വലിയ സൂഫിയായിരുന്നല്ലോ, ഇവർ പറയും ഇങ്ങനെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അത് അള്ളാനെയും ഇബിലീസിനും തൃപ്തിപ്പെടുത്തുകയാണ്. ഇത് ഇടത്തെ കൈ കൊണ്ട് കുടിച്ചിട്ട് ഇബിലീസിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ വെറുതെ താങ്ങ് കൊടുത്താണ് പഠിച്ചവനും കൂടെ തൃപ്തിപ്പെടുത്താൻ ഒരു കാര്യമില്ലാറ്. നമ്മളെന്താ കരുതുക, ആ കൈ കൊണ്ട് പിടിച്ചാൽ അയിമൽ എന്തെങ്കിലുമൊക്കെ ആവൂലേ, പാത്രത്തിലൊക്കെ അല്ലേ, ആക്കെ ഏതായാലും കഴിയൂല, ഇതും കഴിയാൻ മതി, ഇവ താങ്ങണ്ട, അതുകൊണ്ട് തന്നെ പിടിക്കണം എന്നാണ്. നമ്മളിപ്പോൾ കല്യാണത്തിലൊക്കെ പോയി ഒഴിവാക്കാനുള്ള ക്ലാസ് കാരണം എന്നാലും നമ്മൾ ഇടങ്ങേറായി താങ്ങണമാണ്. ഒരാവശ്യമില്ല. അപ്പോൾ അൽബിറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല കോച്ചിങ് കൊടുത്തോണ്ട് ഓൻ നോക്കാം വാപ്പ ഏതാ അപ്പം പറയും കുട്ടികൾ. എന്നിട്ട് വാപ്പനോട് പറയണേ, തമാശക്ക് പറയാണ്, പക്ഷെ അയാൾ സന്തോഷത്തോടെ പറയണേ, ഞാൻ അപ്പോൾ അതുകൊണ്ട് കുടുങ്ങിക്കണു പറഞ്ഞു. നല്ല അതിലിപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു ബിസ്മിയല്ലിൻ്റെ കാര്യം, അവസാനം അൽഹംദുലില്ലാ പറയേണ്ട കാര്യം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ നോക്കാം ഏത് കാലാ വെക്കേണ്ടത്. ഇടത്തെ കാല് വെച്ചിട്ടുള്ള ഇറങ്ങേണ്ടത്. വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇടത് കാല് വെച്ചിട്ട് ഇറങ്ങേണ്ടത്. കാരണം വീടിൻ്റെ അകം പുറം വെച്ച് നോക്കുമ്പോൾ അകാണ് നല്ലത്. അതുകൊണ്ട് അതേസമയത്ത് ഖതീബ് മിമ്പറുമ്മ കയറുമ്പോൾ ചില ഖതീബുമാരൊക്കെ കാണാൻ ആദ്യം വലത്തെ കാല് വെച്ച് പിന്നെ മറ്റേ കാല് വെച്ചൊന്നിരുന്ന് ഒന്ന് ലെവലായതിൻ്റെ ശേഷം മറ്റേ കാല് വെച്ച് സമയം കുറയാണ് പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പള്ളിൻ്റെ ഉള്ളും മിമ്പറും ഒരേ ഹുക്മിലാണ്. അപ്പോൾ ഏത് കാലം വെച്ചാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. അവിടെ വലത്തെ കാലം ഇടത്തെ കാലം എന്നുള്ള പ്രശ്നം വരുന്നില്ല. അങ്ങനുണ്ട്. ഏറ്റവും നല്ലതെന്ന് അല്ലാത്തടത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇടത് കാലിച്ച, നല്ലതല്ലാത്തടത്തുനിന്ന് അതിലേറെ നല്ലതിലേക്ക് പോകുമ്പോഴാണ് വലത് കാലി വെച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത് കുട്ടികളൊക്കെ ചെറുപ്പത്തിലെ അത്തരം ഒരു ഇതിലിങ്ങനെ വന്നാലേ പിന്നെ പോലെ അങ്ങനെ തന്നെ ഇങ്ങനെ പോയിക്കോളും. പിന്നെ നിന്ന് പോകരുത് എന്ന് മാത്രം. ആ ഒരു ചിട്ട, ആ ചിട്ടയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ കൊണ്ടുവരണം. എന്നാലും പിന്നെ ഭാവിയിൽ നമുക്ക് കൂടുതലൊന്നും കാര്യമായിട്ട് ഇടങ്ങാറുണ്ട്. അന്ന് കിട്ടാത്ത കുട്ടികൾ അവർ ഒക്കെ ദീനെ പറയിപ്പിക്കണ്ടേക്കാറ്. റീൽസ് എടുക്കുമ്പോൾ പിന്നെ ചിലപ്പോൾ ടീഷർട്ടും അതുപോലെ തന്നെ ജീൻസൊക്കെ കാണും. ജയിലിൽ പോകുമ്പോൾ നല്ല പർദ്ദയും മഫ്തിയും, അപ്പോൾ നല്ല ബീവികളായിട്ട് ഒക്കെ ഓരോരോ വാർത്തകൾ കേട്ടോ. നമ്മളതിൻ്റെ സത്യം എന്താ അല്ലാഹു ആലം. പക്ഷെ എന്നാലും ഞാൻ ഈ സംഭവങ്ങൾ അപ്പം നമ്മൾ ഈ ഖുർആൻ പറഞ്ഞ എത്ര ശരിയല്ലേ. ഇപ്പം കത്തിക്കേണ്ട ഒരു വിഷയമാണുള്ളത്. ഒരു വീഡിയോ എടുത്തതും ഒരു സഹോദരന് പിന്നെ അത് കാരണത്താൽ മാനം നഷ്ടപ്പെട്ട് തൂങ്ങി മരിച്ചതും ഭയങ്കര വിവാദമാണ്. ഇനി അതിൽ പോലീസ് അന്വേഷിക്കട്ടെ. ഇനി അതിൻ്റെ മുമ്പ് പോലൊരു കേസ് തിരിച്ചും കൊടുത്തിട്ടുണ്ടല്ലോ. അതിൻ്റെ മുമ്പ് ഇനി എന്തെങ്കിലും ഉണ്ടായോ കാര്യങ്ങളൊക്കെ അതുപോലെ അന്വേഷിച്ചോട്ടെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയാം, ഒന്ന്
നമ്മൾ ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, നമ്മളോരോ വിഷയം വരുമ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാക്കണമല്ലോ. ഖുർആനും ഹദീസും ഈ വിഷയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കും. ഒന്ന് നമ്മൾ തെറ്റിദ്ധാരണക്ക് കാരണമാകുന്ന ഇടം വളരെ ശ്രദ്ധിക്കണം. അതിനിപ്പോൾ എങ്ങനെയിപ്പോൾ ശ്രദ്ധിക്കലേ? പണ്ടൊക്കെയാണ് ഇപ്പോൾ ബസ്സിൻ്റെ ബാക്കിൽ കയറിയാൽ മതി, ഇന്ന് അങ്ങോട്ട് പെണ്ണുങ്ങൾ വരില്ല, ഇപ്പം എല്ലായിടത്തും പെണ്ണുങ്ങളാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സീറ്റിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ താത്തര് വന്ന് അവിടെ ഇരിക്കും, ഓരിയിരിക്കും, സുഖമായിട്ടിരിക്കും. അങ്ങനെ ആയി എന്നാ ഇരിക്കണ്ടറിയാൻ പറ്റുമോ? നമ്മൾ അവിടെ ഇറങ്ങാനായി എന്നുള്ള രൂപത്തിൽ വേറെ എഴുന്നേറ്റ് പോരാന്നല്ലാതെ വേറെ ഒരു വഴിയില്ല, ഓലിരിക്കും. അങ്ങനെ ആയി. അത് നമ്മളെ സഹോദരിമാർ അങ്ങനെ ഇരിക്കൂല. ഇപ്പൊ നമ്മളെ സഹോദരിമാർ എന്ത് ചെയ്തു? ഇരിക്കൽ തുടങ്ങി. എല്ലായിടത്തും മൂന്നാളിരിക്കുന്ന സീറ്റിൽ പണ്ട് കൊടകിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞാനും പിന്നെ സഹോദരനും കൂടി പോകുമ്പോൾ ഞങ്ങൾ മൂന്നാളിരിക്കേണ്ട സീറ്റാണ്. അപ്പോൾ ഈ സഹോദരൻ ഇരുന്നത് സൈഡിലാണ്, ഞാൻ എൻ്റെ അപ്പുറത്തിരുന്നു, ഒരാൾക്ക് കൂടി ഗ്യാപ്പുണ്ട്, ഒരു ചേച്ചി എന്നാണ് ഇരുന്നത്. ഞാനന്ന് അജബായി, കുറേ മുമ്പാട്ടോ. നമ്മൾ കേരളത്തിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഞങ്ങൾ വേഗം അവിടെ നിന്ന് ജയിച്ചിട്ട് വല്ലം ചെയ്ത് തടി സലാമത്താക്കി. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ, ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കല്ലാതെ വേറെ വഴിയില്ല. കുണിയയിൽ പോയി കഴിഞ്ഞ ആഴ്ച സമ്മേളന നഗരി കാണാൻ വേണ്ടി. അപ്പം അങ്ങോട്ട് പോരുമ്പോൾ തളങ്കര റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഒരു 10-15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ സീറ്റൊക്കെ ഉണ്ട്. ഒരു ഭാഗത്ത് ഫുള്ള് സ്ത്രീകളിരിക്കുകയാണ്, പെൺകുട്ടികളാണ്. അതിൻ്റെ അപ്പുറത്തുള്ള സീറ്റൊക്കെ കാലിയാണ്. അപ്പം എൻ്റെ അപ്പുള്ള മുസ്ലിമൊക്കെ അവിടെ ഇരിക്കുക, വെറുതെ നിൽക്കണ്ടല്ലോ പറഞ്ഞു. അപ്പം ഞാൻ ഒന്നിങ്ങനെ നോക്കുമ്പോൾ ആ കുട്ടികളൊക്കെ സെൽഫി എടുക്കലൊക്കെ പോയി കുട്ടികൾ. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്നോളാം. എന്താ അറിയോ, അവിടെ നമ്മൾ ഇപ്പുറത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ ഓല് സെൽഫി എടുക്കുമ്പോൾ നമ്മളെ തലയിക്കെട്ട് നേരെ ബാക്കിലേക്കാണ് തന്നെ. ഇങ്ങോട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കലും പോയിക്കാണ്ടേ വെറുതെ സൂയിപ്പാണ്ടല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, വെറുതെ ഈ വാർത്തകളെ കണ്ടില്ല. കാരണം നമ്മൾ ട്രെയിനിൽ തന്നെ ഇങ്ങനെ കാണുകയാണ്, ഈ വാർത്തയാണ് മുസ്ലിം സഹോദരങ്ങളൊക്കെ നമ്മൾ കാണുന്നതിലൊക്കെ കേൾക്കുന്നുണ്ട്. തൂങ്ങിയരിച്ചതും മറ്റുമൊക്കെയാണ്. വെറുതെ ഇങ്ങനെ അതിന് കമൻറ്റ് ബോക്സിൽ എന്തോ ഇതുണ്ട്, എന്താണാവോ ഈ പെൺകുട്ടി മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെയുള്ളോ വല്ലാത്തൊരവസ്ഥ. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒന്ന് തെറ്റിദ്ധാരണ വരുന്ന കാര്യങ്ങൾ ഇതാക്കുക. മറ്റൊന്ന്, ഒരു ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഉറപ്പായി കഴിഞ്ഞാൽ അതിന് വേണ്ട ചില കാര്യങ്ങളുണ്ട് നിയമപരമായിട്ട്. അല്ലെങ്കിൽ തൽക്കാലം ഓനൊരു മരുന്ന് കൊടുക്കേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവും. കുടുംബത്തെ വഷളാക്കരുത്. ഈ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബൂ കസീറൻ മിനൽ. ഗുജറാത്ത് സൂറത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഊഹങ്ങളിൽ നിന്ന് മിക്കതും വെടിയണം എന്നാണ്. ചില നമ്മളെ ഊഹം ശരിയാവും, അങ്ങനെ ഉണ്ടാവും. മിക്കതും നിങ്ങൾ എന്ത് ചെയ്യണം? വെടിയണം. അത് വിട്ടളി, ആ വിഷയം വിട്ടളി. കാരണം ഇന്ന ബഅദ ഊഹങ്ങളിൽ നിന്ന് അധികവും കുറ്റകരമായിരിക്കും. സാമൂഹികമായിട്ട് വലിയ ദുരന്തങ്ങൾ വരും. അതുകൊണ്ട് ഇങ്ങോട്ട് ഖുർആൻ പറഞ്ഞെന്താ അറിയോ? വലാ തജസ്സസൂ, നിങ്ങൾ ഒരിക്കലും ചാരവൃത്തി നടത്തരുത്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ നമ്മൾ ഇന്നലെ ഇങ്ങനെ ഒരാളെ ന്യൂനത ഇങ്ങനെ ചൂടുന്നെടുത്ത് അതിങ്ങനെ നമ്മൾ അത് വേറുള്ളവരോട് പറയാനൊരു താല്പര്യം അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതാണ്. കാരണം നമുക്ക് തന്നെ ഇഷ്ടംപോലെ ന്യൂനത ഉണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ചൂർന്നെടുക്കാൻ നിൽക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വിധങ്ങൾ ആ ആയത്തിൻ്റെ ഒരു തഫ്സീർ കൊടുത്ത് എന്താ പറയുക, നിങ്ങൾ മൻ സതറ സതറഹുല്ലാഹ്, ഒരാളുടെ ന്യൂനത മറച്ചു വച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത മറച്ചു വെക്കുന്നതാണ്. ഒരാളെ ന്യൂനത മറച്ചു വെച്ചാൽ അള്ളാഹു അവൻ്റെ ന്യൂനത. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരാൾ ആദ്യകാലത്തൊക്കെ ഒരുപാട് തെറ്റുകളൊക്കെ സംഭവിച്ചു കൂട്ടുക. ആളിപ്പോൾ നല്ല മനുഷ്യനായിട്ട് നല്ലൊരു കുടുംബജീവിതമൊക്കെ നയിച്ച് നല്ല മാന്യമായ ജീവിതമാണ്. അയാൾ ആ ജീവിതം കണ്ടപ്പോൾ അതിലിങ്ങനെ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, ഒരാൾക്ക് വല്ലാതെ അതിൽ ഒരു താല്പര്യം, എന്തൊരു നല്ല ജീവിതം അവൻ്റെ ജീവിതം. അപ്പൊ അങ്ങനത്തെ ഒരാള് ഇവന്റെ സുഹൃത്തായ ഒരാളോട് ചോദിക്കുകയാണ്, എന്താ അവന്റെ ജീവിതം അല്ലേ? അവനൊരൊറ്റ ജമാഅത്ത് കളിയിലില്ല, നല്ലൊരു മനുഷ്യനായ ആളില്ലേ? അത് നല്ല മനുഷ്യൻ തന്നെയാണ്. അപ്പൊ മറ്റവന് ഉള്ളിൽ ചെറിയൊരു അസൂയ. അപ്പൊ പറയണേ, അവന്റെ ഭയതൊക്കെ എനിക്കറിയിട്ട, ഞാൻ കൂടുതലൊന്നും പറയണില്ല, പറയേണ്ട ഇഷ്ടമില്ല. കണ്ടോ, ഞാൻ ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ആകെ പൊളിച്ചു പോകാം. കാരണം എന്താ, ആ മനുഷ്യന്റെ മനസ്സിൽ എന്ത് വന്നു? ഒരു ഇത് വന്നില്ലേ, അയാളെ പറ്റിയുള്ള മതിപ്പ് അവൻ കളഞ്ഞു. അത് വേണ്ടിയില്ലായിരുന്നു പറയണ്ട്. കാരണമല്ലോ, അവിടെ ഒരു നന്മയില്ലല്ലോ, അതുകൊണ്ട് ഒരു നന്മയില്ലല്ലോ, ഒരു മസ്ലഹത്ത് അതിലില്ലല്ലോ. അവനെ മറച്ചേക്കേണ്ടിയിരുന്നു. എങ്കിൽ ഇവന്റെ ഉള്ള മറച്ചു. ഇനി എന്ത് ചെയ്യുന്നറിയോ, ആ ഒരു പറഞ്ഞിന് ഇവന് വരും, ബാക്കിൽ വരും, എന്തെങ്കിലും ഒരു വിഷയം വരും.
അവിടെ പ്രശ്നം. ചിലത് പറയേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരാൾ വല്ലാതെ മറ്റുള്ളവരെ സാമ്പത്തികമായിട്ട് പറ്റിക്കേണ്ട ആളാണ്. ഒരു പരിപാടി എന്താ വെച്ചാൽ കടം ചോദിച്ചാൽ കിട്ടൂല. അപ്പോൾ പറയും എന്ത് ബിസിനസ് കുറച്ച് കാശ് വേണമെന്നറിയും, മാസത്ര തരാറ്. അങ്ങനെ വണ്ടി അടുത്ത് 5 ലക്ഷം വാങ്ങി. പിന്നെ മാസം കൊടുക്കണില്ല, ഒന്നും കൊടുക്കണില്ല. അവസാനം കച്ചറായപ്പോൾ എന്നാ എൻ്റെ 5 ലക്ഷം തന്നെ കൊടുത്തു ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എന്താ അതിൻ്റെ അടിയിൽ ഓൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കുകയും ചെയ്തു. അപ്പോൾ ഓൻ്റെ ലക്ഷ്യം എന്താ? ബിസിനസ്സൊന്നും നടത്തിയിട്ടില്ല, പക്ഷേ കടം ചോദിച്ചാൽ കിട്ടൂല. അങ്ങനെ പറഞ്ഞാലേ കിട്ടുള്ളൂ. തൽക്കാലം കാര്യം നടന്നല്ലോ. ഇങ്ങനെ എല്ലാവരെയും പറ്റിക്കേണ്ട ഒരാളെ പറ്റി വേറൊരാൾ നമ്മളോട് പറയാണ്, ഞാൻ ഓന് ഒരു 10 ലക്ഷം കൊടുക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും അറിയാം അത് തട്ടിപ്പാണ്. അപ്പോൾ നമ്മൾ പറയാം അത് വേണ്ട, അത് പറയാം. നമ്മൾ ചിലപ്പോൾ എന്താ കരുതി അറിയോ, ഇവൻ്റെ 10 പോട്ടെ കൊടുത്തോ. നേരെ തിരിച്ചേക്കാരോ അതെങ്ങനെയും അതിൽ കൊണ്ടുപോയി ഇടിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇപ്പം ഇങ്ങനെ നടക്കണം. പിന്നെ അപ്പം അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പ്രേരിപ്പിക്കുക. അപ്പം അവിടെ മസ്ലഹത്തുണ്ട്. ഓനെ എരപ്പാക്കലൊന്നുമല്ല, ഈ സാധു ആ ഗണിയിൽ കുടുങ്ങണ്ട എഴുതിയാണ്. അത് വേണ്ട, അത്ര മതിയല്ലോ. ഒരു സൂഫി വര്യനായ ആള് തൻ്റെ ഭാര്യനെ തൊലാക്കല്ലേ, വളരത്ത് ഭയങ്കര തെറ്റ് പറ്റിയിട്ടാണ്. ഇതെൻ്റെ ടൈം കഴിഞ്ഞു, മടക്കിയെടുക്കാനുള്ള ചാൻസും കഴിഞ്ഞല്ലോ. ഒരാൾ വന്നിട്ട് ഈ സൂഫിയോട് ചോദിച്ചു, അല്ല നിങ്ങളെ പോലത്തെ ഒരാള് അള്ളാഹ്ക്ക് അനുവദനീയാണെങ്കിലും വെറുപ്പുള്ള തൊലാക്ക്, എന്തിനാ അവളെ തൊലാക്കല്ലേ ചോദിച്ചു. അപ്പോൾ ഈ സൂഫി പറഞ്ഞെന്താ അറിയോ, ഞാൻ പറയില്ല, കാരണം ഇപ്പോൾ ഒരു അന്യ പെണ്ണാണ്. ഇതെൻ്റെ ടൈം കഴിഞ്ഞില്ല, മടക്കിയെടുക്കേണ്ട ചാൻസ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു അന്യ പെണ്ണാണ്, ഞാൻ എന്തിനാ കുറ്റം പറയണം? അപ്പോൾ നമ്മൾ ചിന്തിക്കും, അപ്പം എന്നാൽ ഇതെൻ്റെ അടി മൂപ്പരോട് ചോദിച്ചാലോ? ഇതെൻ്റെ അടിയിൽ മൂപ്പർക്ക് മടക്കിയെടുക്കാൻ ചാൻസ് ഉണ്ട്, ഇപ്പം എന്തിനാ ചോദിക്കാൻ വരണമെന്ന് ചോദിക്കാതെ മതിയല്ലോ. അപ്പം അങ്ങനെ ചോദിച്ചാൽ മതിയല്ലോ. ഇയാളെ പെണ്ണിൻ്റെ മാർക്ക് തന്നെയുള്ളോ, മടക്കിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് അതിലൊക്കെ നല്ല നിലപാട്. അപ്പോൾ വലാ തജസ്സസു. പിന്നെ ഖുർആൻ പറയുന്നത് എന്തറിയോ, നിങ്ങൾ ചിലരെ പരദൂഷണം പറയരുത്. എന്നിട്ട് പിന്നെ പറയുന്നത് പിന്നെ അയുഹിബ്ബു അഹദുക്കും അൻ യൗകുല ലഹ്മ അഖീഹി മൈതാന, തൻ്റെ സഹോദരന്റെ മയ്യത്ത്, ആ മൃതദേഹത്തിൽ നിന്ന് മാംസം ഭുജിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? എന്താ ചോദ്യമൊക്കെ. മരിച്ചു കിടക്കുന്നൊരു മയ്യത്തിന്റെ ഇറച്ചി തിന്നേണ്ടത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. അതിനെ ഞങ്ങൾ വെറുക്കണില്ലേ? അതുപോലെ വെറുക്കണം പരദൂഷണം എന്നാണ്. ഈ പരദൂഷണത്തിൻ്റെ ആശയുടെയൊക്കെ പുതിയ രീതിയുള്ളപ്പോൾ നമ്മൾ ഈ ഇത് എടുത്തിട്ട് ഉടലും കാര്യങ്ങളൊക്കെ നമ്മളാ വിഷയം കൂടും, മാനം നഷ്ടപ്പെട്ടൊരു കുടുംബം ഒന്നായിട്ട് തീ തിന്നുന്നൊരവസ്ഥ വരും. അപ്പോൾ സംഭവിച്ചാൽ പോലും വളരെ ശ്രദ്ധിച്ച് നമ്മളെ ഭാഗത്തുനിന്ന് ഒരിക്കലും. എന്നാലോ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങളെ എന്തെങ്കിലുമൊക്കെ ശല്യം ചെയ്യേണ്ട ആളുകളൊക്കെ ഓലൊക്കെ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് കൈകാര്യം ചെയ്യണം. പക്ഷെ അതെന്താകരുത്, ഇങ്ങനത്തെ നാറ്റിക്കലാകരുത്. അപ്പോൾ അതാണ് ചിലപ്പോൾ ഒറിജിനൽ സംഭവം നടന്നിട്ടില്ലെങ്കിൽ ചിലർ ആത്മഹത്യയൊക്കെ ചെയ്യും. ഇതെന്താ അല്ലാഹു അലം, നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള. അപ്പോൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അത് ചെയ്യുന്ന വിഷയത്തിൽ ഇവർ വളരെ പിറകിലായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അവർക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം നൽകിയത്. അപ്പോൾ നോക്കൂ, അല്ലാഹു ദാവൂദ് നബിയുടെയും ഈസ നബിയുടെയും ഒക്കെ നാവിലൂടെ അവർ ശപിക്കപ്പെടാനുള്ള കാരണം അവർ അതിര് വിട്ട് പ്രവർത്തിച്ചവരും അതുപോലെ ദുഷ്പ്രവർത്തികൾ ചെയ്തവരുമായിരുന്നു. മാത്രല്ല ഖാനൂലായതനാഹൗന, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തെറ്റ് ചെയ്യാന്നുള്ളത് വലിയ തെറ്റന്നെ. പക്ഷേ വലിയ തെറ്റായിട്ട് റബ്ബ് പറയുന്നത് എന്താ? നമ്മളെ കണക്കിന് തെറ്റല്ലാത്തൊരു കാര്യം. അതാണെന്ത്? ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, അവർ ചെയ്യുന്ന നീച പ്രവർത്തനങ്ങളെ ഇവരെന്ത് ചെയ്തില്ല? വിലക്കിയില്ല. അതൊരു പ്രശ്നമാണെന്നാണ്. നമ്മൾ തടയണം. അതിന് നബി തങ്ങൾ നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ എന്താ? കപ്പലിന്റെ അടിയിലും മുകൾ തട്ടിലൊക്കെ ആൾക്കാരുണ്ട്. മുകൾ തട്ടിലുള്ള അടിയിൽ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളത്തിന് വേണ്ടി മുകൾക്ക് പോകണം. മുകളിൽ നിന്ന് പോലും വെള്ളമൊക്കെ എടുത്ത് വരുമ്പോൾ ആ പോരുന്ന വഴിക്കൊക്കെ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് തോന്നിയിട്ട് നമുക്ക് ആരും ശല്യം ചെയ്യണ്ട, കപ്പലിന്റെ അടിയിൽ നിന്നൊരു പലകണ് പൊട്ടിച്ചിട്ട് വെള്ളം അവിടുന്ന് തന്നെ എടുക്കാം, കടലിൽ നിന്ന് നേരെ എടുക്കാറട്ടെ എന്ന് ഒരു കൂട്ടർ പറഞ്ഞാൽ, കപ്പലിന്റെ അടിഭാഗത്തുള്ളവർ പറഞ്ഞാൽ, മുകൾ ഭാഗത്തുള്ളവരെ നിവിധങ്ങള് പിന്നെ ആരെപ്പോലെ ആക്കി? തെറ്റ് കണ്ടിട്ട് തടയാത്തവരെ പോലെ. അപ്പൊ മുകളിലുള്ളവർ ചിന്തിക്കുകയാണ്, പറയും പോലെ തന്നെ ഓല അടിയിൽ നിന്ന് വെള്ളം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ.
എന്നാ അങ്ങനെ ആവട്ടെ, അവിടെ നിർത്തോട്ടെ, നമുക്കിവിടെ സുഖമായിട്ടിരിക്കാലോ, നമ്മളെ മേത്തേക്ക് തെറിക്കൂലല്ലോ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാൽ എന്താവും? അടിയിൽ പലക പൊളിച്ച് വെള്ളം ഒന്നായിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് കപ്പൽ മുങ്ങിയാൽ അടിയത്തെ നിലക്കാർ മാത്രമാവില്ല, മുകളിലെ നിലക്കാർ കൊടുക്കും. ഇതാണ് നിമിതങ്ങൾ ഉദാഹരണം പറയുന്നത്. എന്നതുപോലെ ഒരു ദുരന്തം വന്നാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടേക്കാറും. അതിനാണ് രക്ഷപ്പെട്ടാൽ പോലും, ഇപ്പൊ ചിലരൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ, പക്ഷെ ദുരന്ത നാട്ടിൽ മൊത്തം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെള്ളത്തിന് പ്രശ്നമാണ്, പച്ചക്കറിക്ക് പ്രശ്നമാണ്, പഴങ്ങൾക്ക് പ്രശ്നമാണ്, വീടുകൾക്ക് പ്രശ്നമാണ്. ഭൂകമ്പും കാര്യങ്ങളൊക്കെ വന്നാൽ, കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ വന്നാൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കടമ്പെന്താണ്? അതാണ് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ആ കാര്യം പറയുന്നത്. ഇപ്പം വല്ലാശ്രീ സൂറത്തിലൊക്കെ എത്ര കണീഷായിട്ടാണ് പറയുന്നത്? വല്ലാസ് കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യവർഗം മുഴുവനും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും ഒഴികെ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കുന്നവരും ഒഴികെ. അവിടെ വതവാസൗ ബിസ് സബ്ർ എന്ന് പറഞ്ഞാൽ അംറും ബിൽ മഅറൂഫും നഹ്യും അനിൽ മുൻകറുമാണ്. മാത്രമല്ല അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ് ഏത്? അംറും ബിൽ മഅറൂഫും നഹ്യും അനിൽ മുൻകർ എന്നാണ്. നമ്മൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് അത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച, വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്താണ്. ഇന്ന അറദ്നൽ അമാനത്ത എന്ന ആയത്തിന്റെ തഫ്സീറിൽ അത് കാണാൻ സാധിക്കും. അംറും ബിൽ മഅറൂഫ്. ഇനി നോക്കൂ, ബാക്കിയാത്തു സ്വാലിഹാത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒരു പ്രധാന ദിക്ർ നമ്മൾ പറഞ്ഞില്ലേ. അതുപോലെ ചില തഫ്സീറുകളിൽ കാണാം, നോക്കൂ, നിങ്ങളെ സമ്പത്തും നിങ്ങളെ സന്താനങ്ങളൊക്കെ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. എന്നാൽ എന്നെന്നും നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഏതാണ്? ബാക്കിയാത്തു സ്വാലിഹാത്താണ്. ബാക്കിയാത്തു സ്വാലിഹത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥം തരങ്ങൾ അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ. നല്ല കാര്യങ്ങളെ കൽപ്പിക്കുക, തെറ്റായ കാര്യങ്ങളെ തടയുക. നല്ലതിങ്ങനെ പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഓരോ അവസരങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ രോഗം സന്ദർശിക്കാൻ പോയതാണെങ്കിൽ, വളരെ ഗുരുതരാവസ്ഥയിലാണെങ്കിൽ യാസീൻ ഓതാൻ പറയുക, നല്ല കാര്യമാണ്. ഒരു കബറിങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ സലാം ചൊല്ലിയിട്ട് കബറാളികൾക്ക് സലാം ചൊല്ലി, അങ്ങനെ ഉണ്ടല്ലോ. മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടു പോരാ, നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും, ഓൽക്ക് ചിലപ്പോൾ അത്ര വലിയ മതബോധം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ അത്ര ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓലോട് പറയാം, വെള്ളിയാഴ്ച ചോദിക്കാം, ഇന്നിപ്പോൾ ഉപ്പാൻ്റെ കബറിങ്ങ പോയിനോ? അതാ പോകണ്ടേ, ഇത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെപ്പാരന്മാരൊക്കെ. അവർക്ക് ദുആയിരുന്നാൽ കിട്ടില്ല. അവിടെ പോകുമ്പോൾ അതിന് പ്രത്യേക സുന്നത്തില്ലേ, ജോ നമുക്ക് പോവാ ഒന്ന് ജസ്റ്റ് അങ്ങനെ നല്ല നല്ല കാര്യം. അത് ഓൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും, വലിയ മാറ്റം വരുത്തും. നമ്മൾ രണ്ട് സുഹൃത്തുക്കളെയും കൂട്ടി നിസ്കരിക്കാൻ ജമാഅത്തിന് കയറിയതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് പറ്റാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യിക്കാം, പറ്റാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യിക്കുക. നിസ്കാരം കഴിഞ്ഞ ഉടനെ തോണ്ടിയിട്ട് പോകല്ലേ ചിലല്ലേ, ചിലം കൂടി ആ ദുആ കഴിഞ്ഞോട്ടെ, ആ ഒരു രൂപത്തിൽ. ചിലപ്പോൾ ഇങ്ങനെ അന്തമുട്ടങ്ങനെ ഇരിക്കേക്കാരം, ഫാൻ്റെ സ്പീഡ് നോക്കിയിട്ടും ഇവിടെ പിന്നെ തള്ളി വെയിൻ്റെ അടിച്ചാന്നൊക്കെ ചിന്തിക്കും. ഓനോട് പറഞ്ഞു ഇങ്ങനെ പിടിച്ചു, അന്ന് നെഞ്ചിൽ നേരെ ആയിക്കോട്ടെ, ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ അത് നമ്മളൊരു ചാൻസാണ്. ഒരു നല്ല അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ. ഇവിടെയുള്ള ഒരു മാഷിനോട് പറഞ്ഞു, ഞാൻ ക്ലാസ് തുടങ്ങിയ അന്ന് നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ പിന്നെ ദുഹാൻ സൂറത്ത് ഓതിൻ്റെ മഹത്വം പറഞ്ഞത് മുതൽ പിന്നെ ഒറ്റ വെള്ളിയാഴ്ച എനിക്ക് വെള്ളിയാഴ്ച രാവിലെ ദുഹാൻ പോയിട്ടില്ല. അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടല്ലോ. ഒരു സുന്നത്തി നമ്മൾ ഏതെങ്കിലും ഒരു സുന്നത്തി നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങനെയുള്ള ആണല്ലേ. എഡ്രിക്കോട് ഖുർആൻ ക്ലാസ് എടുക്കുമ്പോഴാണ് അന്ന് മുതൽ എനിക്കൊരു സുന്നത്താണ് ഒരു മര്യാദ എന്നെ പഠിപ്പിച്ചു മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. അന്ന് ഖുർആൻ ക്ലാസ് കഴിയാൻ നേരത്താണ് ഉസ്താദ് വന്നത്. അപ്പോൾ എൻ്റെ മുന്നിൽ ടീപ്പോയാണുള്ളത്, മേശക്ക് പകരം ടീപ്പോയാണ്, അതിൻ്റെ മുട്ടിന് നേരെയാണ്. അപ്പോൾ ഞാൻ മുസായിഫ് ഇമല വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉസ്താദ് ചെവിയിൽ പറഞ്ഞു, കമ്മിറ്റിക്കാരോടെ ഈ ടീപ്പോയിൻ്റെ ഉയരൊന്ന് കൂട്ടാൻ പറയോണ്ടിയ, ഈ ടീപ്പോയിൻ്റെ ഉയരൊന്ന് കൂട്ടാൻ പറയോണ്ടിയാണ്. ആദ്യം മനസ്സിലായില്ല. അല്ലെങ്കിൽ നമ്മളെ മുട്ടിന് നേരെയാണ് മുസായിഫ് വരിക, ഇരിക്കുമ്പോൾ നമ്മളെ മുട്ടിന് നേരെ വരും. അതൊരു അപമര്യാദയാണ്. ഞാൻ ആദ്യം മുസാഹിബ് എടുത്തിട്ടോ, ഞാൻ അടുത്ത് എന്തെങ്കിലും കിട്ടും വേഗറായി കാണാൻ ഞാൻ എന്ത് ചെയ്തു, വേഗം മുസാഹിബ് പിറ്റത്തെ ക്ലാസ്സിന് തന്നെ അത് മാറ്റി ടീപ്പോയി മാറ്റിയിട്ട് അവരോട് വെച്ചൊരു മേശാണെന്ന് തന്നെയാണ്. മേശയുടെ ഇഷ്ടം പോലെ ആൾക്കാരല്ല, അങ്ങനത്തിനൊക്കെ വലിയ വരുമാനമല്ലേ അവിടെ കടന്നോളല്ലോ. അന്ന് ഞാൻ പഠിച്ചിരുന്നു, അന്ന് ഞാൻ പഠിച്ചു. അതിന് ശേഷം പിന്നെ നമ്മൾ വലിയ കുടിയിരിക്കലിനൊക്കെ പോയാൽ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം,
നമുക്ക് നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ മുസായിഫ് എവിടെയെങ്കിലും ജനൽക്കലോ എവിടെയൊക്കെ ഇങ്ങനെ കുത്തിശാരിയൊക്കെ വെച്ചു. അപ്പോൾ തന്നെ നമ്മൾ വർക്കത്ത് പോകും. നമ്മുടെ വീട്ടിലൊക്കെ ഭയങ്കര അറേഞ്ച്മെൻറ്റുകൾ, പൂക്കൾ വെക്കാനൊക്കെ നല്ല ബോക്സുകളൊക്കെ ഉണ്ടാക്കിയിരിക്കും. തന്നെ പൂക്കളും മറ്റേ ചിലത് എന്താ സാധനം തന്നെ അറിയില്ല, അങ്ങോട്ട് ഉരുട്ടുണ്ടാക്കിയിരിക്കും എന്തെങ്കിലുമൊക്കെ. ജീവെള്ളം വേണ്ട കേട്ടോ, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയില്ല, ഒരു ബോക്സുകൾ നല്ലൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ബാക്കിൽ, ഏറ്റവും ബാക്കിൽ ചുമരിലായി വരാതെ അവിടെ മുസായിഫ് മാത്രം വെക്കാം. മാത്രം വെക്കാം. അതിലെല്ലാം കൂടിയും കൊണ്ടേക്കരുത്. അവിടെ എന്തെങ്കിലും ചെയ്ത് ചിലപ്പോൾ താത്താർ ഗ്യാസിൻ്റെ ആ മറ്റേ ബുക്കൊക്കെ ഉണ്ടല്ലോ, ആ കട കൊണ്ടേക്കും. ഇതാ മുസാഫിൻ്റെ മേലൊക്കെ അതിനോടേക്കാൻ ചിലപ്പോൾ വലിയ സ്നേഹം. ഗ്യാസ് തീർന്ന ഭയങ്കര പ്രശ്നം. അങ്ങനെയല്ല, അവിടെ വേറെ ഒന്നും വേണം, അവിടെ മുസാഫ് തന്നെ. അത് ആര് വന്നിട്ട് കണ്ടാൽ അതൊരു റാട്ടുള്ള നമ്മൾ ആദരിക്കേണ്ടതിനെ ആണ് ആദരിച്ചാൽ അത് പരിഗണിക്കണം. റബ്ബിൻ്റെ കലാമല്ലേ. രണ്ട് കാര്യമാണ് റബ്ബിലേക്കുള്ള പാലം, ഒന്ന് ഖുർആനും ഒന്ന് നിസ്കാരമാണ്. നിസ്കാരം ശരിക്കും നമ്മളൊരു മിറാജുമാണ്. ഖുർആൻ റബ്ബിൻ്റെ വചനങ്ങളല്ലേ, അതേറ്റല്ലേ നമ്മൾ ബന്ധപ്പെടും. ഇപ്പം നമുക്കുള്ള സ്ഥാനതാണല്ലോ, നമുക്കുള്ള മഹത്വതാണല്ലോ. അപ്പം നമ്മൾ ഈ വരുന്നവരും ഇതിനോടൊന്നും ബന്ധമില്ലാത്തവരും തമ്മിൽ എത്ര അന്തരണ്ട് അറിയങ്ങൾ. തുണിങ്ങപ്പായി ഒരുപോലെ കാരം, ചിലപ്പോൾ നമ്മളാടി സാറേ കാരം അല്ല, നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നതിനൊരു മാറ്റമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. അത് എന്ത് ചെയ്യും, നല്ല ഫലം ചെയ്യും, നല്ല ഫലം ചെയ്യും. കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പിന്നെ ഉള്ളു തട്ടിൻ്റെ രൂപത്തിൽ ഇങ്ങനെ കൊടുത്താൽ മതി. എന്നാൽ അൽഹംദുലില്ലാ, ഞാൻ ഒരു മദ്രസയിലെ കുട്ടികൾക്ക് ഹിജാബിനെ പറ്റി ഒരൊറ്റ ക്ലാസ് എടുത്തപ്പോൾ അവിടെ പാസ്സാക്കിയെന്നവർ എല്ലാവർക്കും ഹിജാബ്, പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഹിജാബ് ഒരാളെ വക ഒരാൾ കൊടുത്തു. അപ്പോൾ അവിടുത്തെ ഉസ്താവന്മാർ പറയും, അതിൻ്റെ ശേഷം പിന്നെ കുട്ടികളെ കയ്യിൽ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ഹിജാബിലാണ്. മദ്രസക്ക് വരുമ്പോൾ മാത്രമല്ല, സ്കൂളിൽ പോകുമ്പോൾ ശരിക്കും ഉറത്തൊക്കെ മറിച്ചാൽ കോലം പോലെ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് റാഹത്തുള്ള തെറ്റായ കാര്യങ്ങൾ ചിലതൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ കേൾക്കൂല, മുന്നും തന്നെ ചിലപ്പോൾ അതിനെ നിരസിക്കുന്ന അവസ്ഥ വരും. അത് നമ്മൾ കാര്യമാക്കണ്ട. അതില്ലാത്തതാണ് ഈ കൂട്ടർ ശപിക്കപ്പെടാൻ കാരണം എന്നാണ്. അവിടെ കേട്ടോ, ബാക്കി നമുക്ക് ഇനി ഇത്തറ കസീറം എന്നുള്ളത് വേറെ വിഷയം തുടങ്ങിയത്. അവിടെ നമുക്ക് മുംതാന സൂറത്തും മറ്റൊക്കെ അവിടെ കുറേ വിശദീകരണങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ച് നേരം വൈകി തുടങ്ങിയോണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അഹ്ലൽ കിതാബ്, പറയുക നബിയേ, ഓ വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ്, സത്യസമേതമല്ലാതെ മതകാര്യത്തിൽ നിങ്ങൾ അതിരുകവിയരുത്. വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ, ഒരു വിഭാഗത്തിൻ്റെ തന്നിഷ്ടങ്ങളെ ദേഹേച്ഛകളെ നിങ്ങൾ പിൻപറ്റരുത്. ഖദ് ളല്ലൂ, അവർ പഴച്ചിരിക്കുന്നു, മിൻ ഖബ്ലു, മുമ്പ് തന്നെ, വ അളല്ലൂ കസീറ, ധാരാളം പേരെ പഴപ്പിച്ചിരിക്കുന്നു അവർ. വളല്ലൂ അൻ സവാഇസ് സബീൽ, ശരിയായ വഴിയിൽ നിന്ന് അവർ പഴച്ചുപോയി. ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീൽ, ഇസ്രായേലികളിൽ നിന്ന് സത്യനിഷേധികൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. അലാ ലിസാനി ദാവൂദ വ ഈസ ബിനി മറിയം, മറിയമിന്റെ മകനായ ഈസ നബിയുടെയും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും നാവിലൂടെ. ദാലിക ബിമാ സവ്വ കാനൂ യഅ്തദൂൻ, അതവർ തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടും അതിര് വിട്ട് പ്രവർത്തിച്ചതുകൊണ്ടും ധിക്കാരികളായതുകൊണ്ടുമാണത്. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, അവർ ചെയ്ത തെറ്റുകളെ അതിനവർ തടഞ്ഞില്ല, അതിനവരെ വിലക്കിയില്ല. ലബിഅസ മാ കാനൂ യഫ്അലൂൻ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് വളരെ ഹീനമാകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا أهل الكتاب لا تغلوا في دينكم غير الحق ولا تتبعوا أهواء قوم قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل.
لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون صدق الله العلي العظيم.